പക്ഷെ അതിന് സാധാരണ പറച്ചൽ എന്താണ്? തെൽക്കീൻ ചൊല്ലിക്കൊടുക്കുക എന്നാണ്. അതെന്താണ്? ഒരു ഓർമ്മ പുതുക്കി കൊടുക്കല. അത് നല്ലതാണ്. അതായത് മരണസമയം ഒരു മനുഷ്യൻ ഭയാനകമായ വിഷയങ്ങളുമായി ബന്ധപ്പെടുമ്പോ പലതും അവൻ മറക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ സാധ്യത ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അവൻ. അപ്പൊ അവൻ മരണവുമായി മല്ലിത്തരിച്ച അവൻ ചിലപ്പം പലതും അവൻ മറന്നിട്ടുണ്ടാവും. അപ്പൊ ആ മറന്നത് ഇനി മുങ്കർ നക്കീർ എന്ന 2 മലക്കുകൾ ചോദ്യം ചെയ്യപ്പെടുന്ന നേരത്ത് ഇന്ന ചോദ്യങ്ങൾ വരും. ആ ഇന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടത് ഇന്നതാണെന്നു ഈ ഖബറാലിയെ ഒന്ന് ഓർമ്മപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ തെൽക്കീൻ കൊണ്ടുള്ള ഉദ്ദേശം. പക്ഷെ ഇതിനെ കേരളത്തിലെ ബിദ്ഈ പ്രസ്ഥാനക്കാർ എതിർത്തും കൊണ്ടിരിക്കുന്നു. പക്ഷേ അവർ ഏറ്റവും വലിയ നേതാവാണെന്ന് പറയുന്ന ഇബ്നു തൈമിയ്യയും ഇബ്നു ഖയ്യിമും ഇത് അംഗീകരിക്കുന്നു. അപ്പൊ അവർ അങ്ങനത്തെക്കും ചെറിയ ഗ്രന്ഥങ്ങൾ ഇബ്നു തൈമിയ്യന്റെയൊക്കെയും ഈ തൽക്കീൻ സ്ഥിരപ്പെടുത്തി മാസപ്പിറവി കൊണ്ട് കണക്ക് കൊണ്ട് മാസപ്പിറവി തീരുമാനിക്കാൻ പറ്റൂല പോലത്തെ ചെറിയ ചെറിയ ഗ്രന്ഥങ്ങൾ കാണാം. ഈ ഹജ്ജ് സീസണിലൊക്കെയും സൗദി ഗവൺമെന്റിന്റെ ദഅവയുടെ ഭാഗമായിട്ട്. അപ്പൊ അങ്ങനത്തെ സാധാരണക്കാർ കാണുമ്പോ കയ്യിൽ വാങ്ങി വെച്ച് ഏതെങ്കിലൊക്കെ സമയത്ത് നാട്ടിൽ വരുമ്പോ എത്തിച്ച് കിട്ടിയാൽ അതൊക്കെയും സാധുക്കളായ ഞങ്ങളെപ്പോലത്തവർക്ക് അത് ഉപകാരമാണ്. നമ്മുടെ കേരളത്തിലെ പല ഉസ്താദന്മാർക്ക് അത് ഉപകാരം ചെയ്യും. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മളൊരു വിഷയം കിതാബുകളിൽ നോക്കി പോകുമ്പോ ഒരു വിഷയം നോക്കുമ്പോ വേറൊരു വിഷയം കാണും. നമ്മൾ ആ വിഷയം നോക്കണച്ചിട്ട് നോക്കിയതല്ല, പക്ഷെ അങ്ങനെ നോക്കിയപ്പോ പല വിഷയം കണ്ടു. അപ്പൊ ഞാൻ പറയുന്നത്, സാധാരണക്കാര് പല കാര്യങ്ങളും പുലർക്കാത്ത ചോദ്യങ്ങൾ ചോദിക്കും. ഇപ്പൊ അടുത്ത് എന്റെ നമുക്ക് വന്നൊരു ചോദ്യം, ഞാനിപ്പോ അതിന് ഉത്തരം പറയല്ലോ, പക്ഷെ ഞാനത് ഒന്ന് ചിന്തിക്കണം എന്ന് പറഞ്ഞു. അതായത് നമ്മുടെ ക്ലാസ് റൂമിൽ ക്ലാസ് കേൾക്കുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം തിരുവനന്തപുരത്തുള്ള വ്യക്തിയാണ്. ഈ തിരുവനന്തപുരത്തുള്ള ആ വ്യക്തിയുടെ വീട്ടിൽ വലിയ നല്ല വെള്ളമുള്ള കിണറുണ്ട്. ഈ കിണറിന്റെ ഏകദേശം അടുത്താണ് വേസ്റ്റ് കുഴി അഥവാ കക്കൂസും ടാങ്കിയുള്ളത്. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഈ കിണറ്റിലെ വെള്ളത്തിനൊരു പ്രത്യേകമായ ഒരു ചൊയയും വാസനയും അതുപോലെ തന്നെ അതിന്റെ ഒരു രുചി വ്യത്യാസമൊക്കെയും വന്നിട്ടുണ്ട്. അപ്പൊ അവര് തിരുവനന്തപുരത്തേലായതുകൊണ്ട് അവരേക്കും പെട്ടെന്ന് അതിന്റെ ശാസ്ത്രീയ വശങ്ങളാണല്ലോ അന്വേഷിക്കുക. നമ്മൾ പെട്ടമാതിരി പൗണ്ടറിതാണെന്നല്ലോ, അവരതിന്റെ ശാസ്ത്രീയ വശങ്ങൾ അന്വേഷിക്കുക. അപ്പൊ അവരതിൽ നിന്ന് വെള്ളം എടുത്ത് ലാബിൽ കൊണ്ടുപോയി കൊടുത്തു. എന്താണ് ഈ വെള്ളത്തിന് ഈ വ്യത്യാസം വരാൻ കാരണം? അപ്പൊ ലാബ് പരിശോധനയിൽ വ്യക്തമായി കക്കൂസും ടാങ്കിയിലെ വെള്ളവും കിണറ്റിലെ വെള്ളവും യോജിച്ചതാണ്, മണ്ണുവൈക്ക് യോജിച്ചതാണ്. എന്തിന് കാരണം? ഈ വെള്ളത്തിന് വ്യത്യാസം വരാൻ കാരണം. ഇടക്കിടക്ക് എല്ലാവരും പൂവ് വിടാനും ടെസ്റ്റ് ചെയ്യേണ്ടാണ്, ടൈപ്പ് ചെയ്യാനും ശ്രദ്ധിക്കുമ്പോ പറയുന്നതിൽ നിന്ന് ശ്രദ്ധ മാറിപ്പോകും. പക്ഷെ എങ്കിലും ശ്രോതാക്കള് വൈക്ക ഡീസിയായിട്ടില്ല എന്നറിയാൻ ഇടയ്ക്കൊരു പൂവ് വിടുന്നത് നല്ലതാണ്. വിഷയങ്ങൾ നല്ല വണ്ണം ഇന്നലെ ഞാൻ പറഞ്ഞ മാതിരി നമുക്കത് ഉപകാരം ചെയ്യണം. നമ്മുടെ ക്ലാസ് റൂമിൽ കുറെ ആളുകളുണ്ട്, അല്ലെങ്കിൽ കുറെ ശ്രോതാക്കളുണ്ട്. ഇതൊന്നല്ല ഇപ്പൊ നമ്മുടെ ഉദ്ദേശം. കേൾക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരണം. ഏതായാലും ഞാൻ പറയുന്നു, അപ്പൊ ആ ലാബ് പരിശോധനയിൽ ഈ കക്കൂസും കുഴിയിലെ വെള്ളം കിണറുമായി ബന്ധിച്ചതാണ്. അപ്പൊ ഒരാള് അതിന്റെ ഒരു വ്യക്തി എനിക്ക് വിളിച്ചു ചോദിക്കുക, നമ്മളെ ക്ലാസ് റൂമിൽ ശ്രോതാവാണ്, അപ്പൊ എന്റെ നമ്പർ അറിയും. അപ്പൊ എനിക്ക് വിളിച്ചിരുന്നു, ആ വെള്ളം കൊണ്ട് ഇനി ഒന്നുണ്ടാക്കാൻ പറ്റുമോ? എന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞു നോക്കേണ്ട ഒരു വിഷയമാണ്. കാരണം മണ്ണുവഴിക്ക് വെള്ളത്തിന്റെ പകർച്ച, ഒരു നജസിന്റെ പകർച്ച കിണറ്റിലേക്ക് വന്നാൽ ചിലപ്പം പെട്ടെന്നൊന്നൊരു കിതാബ് നോക്കിയാൽ അത് കാണാൻ പ്രയാസം. പക്ഷെ എനിക്കത് വളരെ ഉപകാരമായി. ആ ചോദ്യം വളരെ ഉപകാരമായി. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു വിഷയം സാധാരണ നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷെ നമ്മൾ സാധാരണ വെള്ളം പകർച്ചയാവുക, എന്തെങ്കിലൊക്കെ വസ്തുക്കൾ ചേർന്ന് വെള്ളം പകർച്ചയാവുക എന്നൊക്കെയാണ് നമ്മൾ ചെയ്യുക. അപ്പൊ ഞാൻ പറയുന്നത്, ഇങ്ങനെ സാധാരണക്കാർക്ക് ക്ലാസ് എടുക്കുമ്പോ ചിലപ്പം ഒരുപാട് സംശയങ്ങൾ വരുമ്പോ ചോദിച്ചതിന് അപ്പൽക്കപ്പല ഉത്തരം കിട്ടും, പറയാൻ സാധിക്കുന്നൊരു വ്യക്തിയാണെന്ന് ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ട ധാരണയാണ്. ഞാൻ ഈ ക്ലാസ് റൂമിലൂടെ നിങ്ങൾ പലതും പഠിക്കുന്നത് പോലെ ഞാനും എന്താക്കാണ്, പഠിക്കുകയാണ്.
ഞാൻ വാസ്തവത്തിൽ വളരെ സത്യമാണ് പറയുന്നത്. ഞാൻ ക്ലാസ് എടുക്കുകയല്ല, ഞാൻ ക്ലാസ് എടുത്ത് പഠിക്കുന്നു. ചോദ്യകർത്താക്കളുടെ ചോദ്യങ്ങളിൽ നിന്ന് വിഷയങ്ങൾ മനസ്സിലാക്കി കിട്ടാവുന്ന കിതാബുകൾ നോക്കുന്നു, അതല്ലെങ്കിൽ പറ്റാവുന്ന ഉസ്താദന്മാരോട് ചോദിക്കുന്നു. പക്ഷേ ഇതൊരു ഖിദ്മത്തുമാണ്. ഞാൻ മുമ്പൊക്കെ ഉണർത്തിയത്. ശംസുദാരി ഉസ്താദ് വല്ലാതെ പറഞ്ഞപ്പോ ശ്രോതാക്കൾ വിചാരിച്ചത് ഭയങ്കര ആലിമുല്ലല്ലാമൽ ഖുദ്ദൂസാണെന്ന്. ആ ഒരു ധാരണ ക്ലാസ് റൂമിലുള്ളവർക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പൊ ഒരു ഖിദ്മത്ത് ചിലപ്പം സാധാരണക്കാർക്ക് വലിയ വലിയ ആലിമീങ്ങളുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ തീർക്കാൻ അവർക്ക് സാധിച്ചോളണമെന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഗൾഫിലുള്ള പ്രവാസി സുഹൃത്തുക്കൾക്കൊന്നും അതിന് സമയം കിട്ടൂല. അല്ലെങ്കിൽ ഒരാൾക്കൊരു പൊന്മുസ്താവും വിളിക്കാം, അവരൊക്കെ എന്തൊക്കെയോ തിരക്കിലും ഭയങ്കര ബിസിയിലായിരിക്കും. അപ്പൊ അവരുടെ ഒഴിവ് നോക്കി അവർക്ക് ഇന്ന സമയത്ത് സെബുക്കില്ല, അല്ലെങ്കിൽ ഇന്ന സമയത്ത് സംഘടനാപരമായ വിഷയങ്ങളില്ല, ഉസ്താദിന് ഇന്ന സമയത്താണ് ഒഴിവുണ്ടാവുക. ആ ഒഴിവൊക്കെ നോക്കി നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനൊരു അവസരം ഞങ്ങളെപ്പോലോത്തവർക്കുണ്ടാവും. അപ്പൊ ഞങ്ങളെപ്പോലോത്തവരോട് നിങ്ങളാവുന്ന സാധാരണക്കാർ നമ്മുടെ ശ്രോതാക്കൾ ചോദിക്കുമ്പോ ഉസ്താദന്മാരോട് ചോദിച്ചിട്ടോ കൈവശമുള്ള കിതാബുകൾ പരതിയിട്ടോ പറ്റാവുന്നവരോട് ബന്ധപ്പെട്ടിട്ടോ പറഞ്ഞു കൊടുക്കുക. അപ്പൊ അതൊരു ഖിദ്മത്താണ്. പേരോട് ഉസ്താദക്കും പറയും പോലെ ആലിമീങ്ങളെ ചെരിപ്പടുക്കലാണ് ഞങ്ങളുടെ പണി എന്ന് പറഞ്ഞില്ല. എന്ന മാതിരി ഒരു ഖിദ്മത്താണ്. അതുകൊണ്ട് എല്ലാവരും ഞങ്ങളെപ്പോലത്തെ ഉസ്താദന്മാരുടെയും ശ്രോതാക്കളായ നിങ്ങളെപ്പോലത്തെ എല്ലാവരുടെയും ഇൽമിന് ബറക്കത്തുണ്ടാവാൻ, അത് ഉപകാരം ഉണ്ടാവാൻ. അല്ലാതെ ഇപ്പൊ ഇൽമില്ലാത്ത മനുഷ്യന്മാരാരുമില്ല. പക്ഷെ പലവർക്കും അതെന്താവില്ല, ഉപകാരം ചെയ്യുന്നില്ല എന്ന് ഉള്ള അവസ്ഥയാണ്. അള്ളാഹു നമുക്ക് നമ്മുടെ ഇൽമ് ഉപകാരപ്രദമാക്കി തീർക്കുമാറാവട്ടെ എന്ന് ഞാനൊന്ന് സാന്ദർഭികമായി ഉണർത്തിയതാണ്. ഏതായാലും നമ്മൾ വിഷയങ്ങൾ മനസ്സിലാക്കുമ്പോൾ വളരെ ഗഹനമായി ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇന്നലെ നമ്മൾ പറഞ്ഞു ചികിത്സാ രീതി. നമ്മൾ അത് തമാശക്ക് പറഞ്ഞൊരു വിഷയമല്ല. നമ്മൾ സാമ്പത്തികമായി ചെലവില്ലാതെയുള്ള ചികിത്സാ രീതി, ആത്മീയമായ ചികിത്സ. അവിടെ ഒരിക്കൽ നമ്മുടെ ക്ലാസ് റൂമിൽ ഞാൻ ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. പുതിയ ശ്രോതാക്കളുണ്ടെങ്കിൽ അവർക്കും മറന്നവർക്ക് വേണ്ടിയും നമുക്കൊരബദ്ധം പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഭൗതികമായ ചികിത്സകൾ നടത്താം, പറ്റാവുന്ന ഡോക്ടർമാരെ സമീപിച്ച് ചികിത്സകൾ നടത്താം. പക്ഷെ ഞാൻ ഒരു രോഗം വരുമ്പോ ഡോക്ടറെ കാണുന്നു, മരുന്ന് എഴുതി തരുന്നു, ആ മരുന്ന് കൊണ്ടുവന്ന് നമ്മൾ കഴിക്കുന്നു. ചിലപ്പോൾ നമ്മൾ പറയും ആ മരുന്ന് കഴിച്ചിട്ട് ഭേദായില്ല. പക്ഷെ അവരൊരു പ്രത്യേകമായ കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മളൊരു ഭൗതികമായ മരുന്ന്, ഉദാഹരണത്തിന് പറയാ, നമുക്കൊരു പനി വന്നു, അല്ലെങ്കിൽ ഒരു തലവേദന വന്നു, ഒരു ഡോക്ടറെ സമീപിച്ചു, അദ്ദേഹം ഒരു പാരസെറ്റാമോൾ ഗുളിക അതിന് വേദനക്കോ പനിക്കോ എഴുതി തന്നു. ഞാൻ അത് ചിലപ്പം ബിസ്മി ചൊല്ലി ആ മരുന്ന് കഴിക്കുന്നുണ്ടാവും. പക്ഷെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ അവിടെ ശ്രദ്ധിക്കണം. ഒരു ചെറിയ ദുആ അവരാവശ്യം. അല്ലാഹുവേ, ഞാൻ ഈ മരുന്ന് കഴിക്കുന്നു, ഈ മരുന്നിൽ എനിക്ക് നീ ശിഫ നൽകണേ. കാരണം നമ്മുടെ വിശ്വാസം അതാണല്ലോ, മരുന്നിന് ശിഫയില്ല, മരുന്നിന് ശിഫ നൽകുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു ആ മരുന്നിന് ശിഫ നൽകിയാൽ നമ്മുടെ രോഗം മാറും. അതുകൊണ്ടാണല്ലോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കത്തിക്ക് മൂർച്ചയില്ലാന്നിട്ടല്ലോ, അല്ലെ? കത്തിക്ക് മൂർച്ച ഉണ്ട്, പക്ഷേ അത് ചിലപ്പോൾ തീയ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലെത്തി കരിക്കാൻ ശ്രമിച്ചു, പക്ഷെ കത്തിയില്ല. പക്ഷെ അതിന് കത്തിക്കാനുള്ള കഴിവ് അള്ളാഹു പിൻവലിച്ചു. അപ്പൊ ഞാൻ പറയുന്നത്, കത്തിയായാലും തീയായാലും മരുന്നായാലും അതിൻ്റെതായ കഴിവുകൾ അള്ളാഹ് അങ്ങോട്ട് കൊടുക്കുക. അല്ലാതെ മരുന്ന് കഴിച്ചു നമ്മുടെ രോഗം മാറൂല, അതിൽ ശിഫ അള്ളാഹ് നൽകണം. അപ്പൊ മരുന്ന് കഴിക്കുന്ന സമയത്ത് അള്ളാഹുവേ, ഞാനിത് മരുന്ന് കഴിക്കുന്ന അതിനെനിക്ക് ശിഫ നൽകണേ. അല്ലെങ്കിൽ എനിക്കൊരു രോഗം വന്നു, എനിക്ക് പറ്റാവുന്ന ഒരു രീതി ഭൗതികമായ ചികിത്സ ഞാൻ തേടുന്നു, അതുകൊണ്ടുള്ള ഫലം എനിക്ക് നൽകണേ എന്ന് എന്ത് വേണം? ഞാൻ ഒരു ചിന്ത വേണം, ഒരു ദുആ. അത് പലപ്പോഴും സാധാരണക്കാരുടെ അടുക്കൽ നിന്ന് സംഭവിക്കാത്തത് ചിലപ്പോൾ നമ്മുടെ രോഗങ്ങൾ മാറാതിരിക്കാൻ അത് കാരണമാകും. എങ്കിലും ഞാൻ സാന്ദർഭികമായി ഉണർത്തി. ഏതായാലും ഞാൻ രോഗങ്ങളെ ആക്ഷേപിക്കുന്നു. പൈശാചികമായ രോഗങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ വലിയ വലിയ സംഖ്യകൾ പൈശാചികമായ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്.
ഇന്നലെ ഞാനതൊരു തമാശക്ക് പറഞ്ഞതല്ല. കണക്ക് കൊണ്ടുള്ള ചികിത്സ തെറ്റാണെന്നല്ല പറഞ്ഞത്, അങ്ങനെ ആരും മനസ്സിലാക്കരുത്. അതൊക്കെയും അതിന്റെ നല്ല വശങ്ങളുണ്ട്. പക്ഷേ ഈ കണക്ക് നോക്കി ചികിത്സിക്കുന്ന പലവരും പല സാധാരണക്കാരെയും ചൂഷണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ നമ്മുടെ ബാബ ഉസ്താദ് പറഞ്ഞ മാതിരി ആത്മീയമായ ചികിത്സയുടെ പേരിൽ പല തട്ടിപ്പുകളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു വ്യക്തിയുടെ അടുക്കൽ പോകുമ്പോൾ ആ വ്യക്തി എന്നെ സ്വീപ്പാക്കുമോ അതല്ലെങ്കിൽ എന്റെ അത് യഥാർത്ഥമായ നിലക്ക് ചികിത്സിക്കുന്നവനാണോ എന്ന് നരതിക്കു മനസ്സിലാക്കണം. അത്ഭുതങ്ങൾ കണ്ടല്ല ആളുകളെ ഞാൻ വിലയിരുത്തേണ്ടത്. നിങ്ങൾ നോക്കൂ, അത്ഭുതങ്ങൾ കണ്ടിട്ടല്ല, എല്ലാ കാര്യങ്ങളും സത്യവും അസത്യവും വേർതിരിച്ചറിയാൻ സാധിക്കുക അത് ഫിഖ്ഹിലൂടെയാണ്. ഒരു മനുഷ്യന്റെ പ്രവർത്തനം നല്ലതാണോ ചീത്തയാണോ എന്ന് സ്കാൻ ചെയ്യേണ്ടത് ഫിഖ്ഹ് കൊണ്ടാണ്. അതാണ് എല്ലാവരും വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. ഞാൻ നോക്കൂ, ഇന്ന് കേരളത്തിലുള്ള കള്ളത്തരീക്കത്തുകാർ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ഫിഖ്ഹിനെയും ഫിഖ്ഹി പണ്ഡിതന്മാരെയുമാണ്. എന്റെ കാരണം അവരുടെ കള്ളത്തരങ്ങൾ വ്യക്തമാകുക ഫിഖ്ഹ് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മഹാന്മാര് പറഞ്ഞു, ഒരു വ്യക്തിയെ കണ്ടു, ആ വ്യക്തിയെ കണ്ടാൽ നല്ല ആത്മീയത തോന്നുന്നുണ്ട്, നല്ല നല്ല ഉപദേശങ്ങൾ ആ വ്യക്തി ചെയ്യുന്നുണ്ട്, ആ ഉപദേശങ്ങൾ പലവർക്കും ഉപകാരം ചെയ്യുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. ആ വ്യക്തി പലവരെയും ഉപദേശിക്കുന്നു, പലവർക്കും അത് ഉപകാരം ചെയ്യുന്നു, പല അത്ഭുതങ്ങളും കാണിക്കുന്നു. അങ്ങനത്തെ ഒരു വ്യക്തി ഞാനൊരു മുറബ്ബിയായ ഷെയ്ഖാണ് എന്നൊക്കെ അദ്ദേഹം വാദിക്കുന്നു. അവിടെ പണ്ഡിതന്മാർ പറയുന്നത് കാണാം, അവനെ നിങ്ങൾ ഫിഖ്ഹ് കൊണ്ട് പരിശോധിക്കണം. മശായിഖന്മാര് പറയാൻ, മഹാന്മാര് പറയുന്നു, അവനെ നിങ്ങൾ ഫിഖ്ഹ് കൊണ്ട് പരിശോധിക്കണം. എന്നിട്ട് തഹാറത്തിന്റെ അവ്വല് മുതൽ ഇത്ഖിന്റെ അവസാനം വരെയുള്ള ഫിഖ്ഹിന്റെ മുഷ്കലാത്തായ മസ്അലകൾ എന്ന് പറഞ്ഞാൽ ഗദ്ബദുള്ള മസ്അലകൾ അവനോട് ചോദിച്ച് ഓരോ മസ്അലകളും വേണ്ടതുപോലെ കെട്ടഴിച്ച് ഹല്ല് ചെയ്യാം. അങ്ങനെയാണ് മൊയ്യമാല ഭാഷയെ പറയാം, ഹല്ല് ചെയ്യാം. ഞാനത് കാരണം അങ്ങനെ ചിലപ്പോൾ അറബി വാക്ക് അറിയാതെ വന്നു പോകും, അപ്പൊ ചിലപ്പോൾ സാധാരണക്കാർക്ക് തിരിയാതെ പോകും. മുമ്പൊരു മഹല്ല് ഖത്തീബ് എന്നും പ്രസംഗിക്കും വെള്ളിയാഴ്ച, പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസംഗം ആർക്കും തിരിയില്ല. എന്റെ കാരണം അദ്ദേഹം ഒരു ഉസ്താദായതുകൊണ്ട് എടക്കടക്ക് അറബി വാക്കുകൾ ഈ പ്രസംഗത്തിന്റെ ഇടയിൽ ഇങ്ങനെ വരുന്നത് കൊണ്ട് എന്താണ് ഉസ്താദ് പറഞ്ഞ വിഷയം ആർക്കും തിരിയുന്നില്ല. അപ്പൊ മഹല്ല് കമ്മിറ്റിക്കാർ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് പ്രസംഗിക്കുമ്പോ അറബി വാക്കുകളൊന്നും ഒഴിവാക്കി കഴിവിന്റെ പരമാവധി മലയാളം ഉപയോഗിച്ചാലേ സാധാരണക്കാർക്ക് ഇത് തിരിയുള്ളൂ എന്ന് പറഞ്ഞപ്പോ മൂപ്പര് പിറ്റത്തെ ആഴ്ച മൈക്കെടുത്ത് പ്രസംഗിച്ചു. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, എന്റെ പ്രസംഗത്തിന്റെ ഇടയിൽ അജ്നബിയായ അൽഫാല് തഹല്ലുലാകുന്ന കാരണത്താൽ എന്റെ പ്രസംഗങ്ങൾക്ക് തിരിയാതെ പോകുന്നുണ്ട് എന്നാണ്. ഇപ്പൊ എന്റെ ഔ തിരിഞ്ഞില്ല. അപ്പൊ എന്ന് പറഞ്ഞ മാതിരി ഹല്ല് ചെയ്യാന്ന് പറയുമ്പോ സാധാരണക്കാർക്ക് തിരിയില്ല. ഹല്ല് ചെയ്യാനാണ് ഒരു മസ്അല എന്ന് ചോദിച്ചാൽ അതിന്റെ എല്ലാ വശങ്ങളും വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ആ മുറബ്ബിയായ ഷെയ്ഖാനെന്ന് വാദിക്കുന്ന വ്യക്തിക്ക് സാധിക്കുമോ എങ്കിൽ അവനൊരു മുറബ്ബിയായ ഷെയ്ഖാന് അവന്റേതായ തസവ്വുഫും അവന്റെ ഉപദേശവും അവന്റേതായ മറ്റു കാര്യങ്ങളൊക്കെ നോക്കി അവൻ ഫിഖ്ഹിലും അഗാധ കഴിവുണ്ട്. ഏതെങ്കിലും ഒന്നോ രണ്ടോ മസ്അലയല്ല, തഹാറത്തിന്റെ ബാബ് മുതൽ ഇത്ഖിന്റെ ബാബ്. കാരണം ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ ആദ്യമായി ചർച്ച ചെയ്യുന്നത് ശുദ്ധീകരണമാണ്. നല്ലൊരു പോയിന്റിലാണ് ഫുഖഹാക്കൾ ആ വിഷയം വെച്ചിട്ടുള്ളത്. ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ അവസാനത്തെ ബാബ് ഇത്ഖ്നാണ് മോചനം. ഒരു അടിമയെ മോചിപ്പിക്കുമ്പോ അല്ലെങ്കിൽ മോചിപ്പിക്കപ്പെട്ട അടിമയുടെ നിബന്ധനകൾ. അപ്പോ ആദ്യമായി ശുദ്ധീകരണം ലഭിച്ചാൽ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കും എന്നതിലേക്ക് ഒരു സുബലക്ഷണമായി ഫുഖഹാക്കൾ അങ്ങനെയാണ് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ ബാബുകൾ ക്രോഡീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഏതായാലും പറയുന്നത് ഒന്നോ രണ്ടോ മസ്അല കിട്ടിയ പോലെ തഹാറത്തിന്റെ ബാബ് മുതൽ ഇത്ഖിന്റെ ബാബ് വരെയുള്ള മസ്അലകളിൽ ഗഹനമായി മുഷ്കലാത്ത് ഒളൂന്റെ ഫർള് എത്ര 6 അതാർക്കും തിരിയും.
അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ ഫർളത്തിലെ 14 അതാർക്കും തിരിയും. സക്കാത്ത് നിർബന്ധമുണ്ടോ? നിർബന്ധമാണ്. അതല്ല, മുഷ്കലാത്ത്, അതായത് സാധാരണക്കാർക്കൊന്നും കത്തഴിക്കാൻ സാധിക്കാത്ത മസ്അലകൾ വളരെ വ്യക്തമായി അവൻ ഫിഖ്ഹിന്റെ അടിസ്ഥാനത്തിൽ കത്തഴിക്കുന്നു എങ്കിൽ അവൻ മുറബ്ബിയായ ശൈഖാണ്. വഇല്ല, ഇനി അങ്ങനെയല്ലെങ്കിലോ ഫഇന്നഹു ശൈത്താനുൻ അലാ സൂറത്തിൽ ഇൻസാൻ എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അവൻ ശൈത്താനാണ്. ഏത്? അലാ സൂറത്തിൽ ഇൻസാൻ, മനുഷ്യരൂപത്തിലുള്ള ഒരു ശൈത്താനാണ് അവൻ മുറബ്ബിയായ ശൈഖല്ല, അവൻ വലിയുമല്ല. ഒന്നും കൂടി പറയട്ടെ, പണ്ഡിതന്മാർ പറയുന്നത് കാണാം, ആകാശത്തിലൂടെ പറക്കുന്നത് കണ്ടോ വെള്ളത്തിലൂടെ നടക്കുന്നത് കണ്ടോ ഒരാൾ വലിയാണെന്നും മഹാനാണെന്നും നീ തീരുമാനിക്കണ്ട. അവൻ ശരീഅത്ത് ഉൾക്കൊണ്ട് ഫിഖ്ഹുപരമായ വിഷയങ്ങൾ ശ്രദ്ധിച്ച് ജീവിക്കുന്നുണ്ടോ എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ആകാശത്തിലൂടെ പറക്കുന്നവൻ വലിയാകുകയാണെങ്കിൽ പക്ഷി പറവകളൊക്കെയും വലിയ ഔലിയാക്കന്മാരാവേണ്ടിയിരുന്നു. വെള്ളത്തിലൂടെ നടക്കുന്നവൻ വലിയാകുകയാണെങ്കിൽ അവ തവളകളൊക്കെയും വലിയ ഔലിയാക്കന്മാരാകേണ്ടിയിരുന്നു. അതൊന്നുമല്ല മാനദണ്ഡങ്ങൾ. മാനദണ്ഡം ശരീഅത്ത് ഉൾക്കൊണ്ട് ഫിഖ്ഹിയായ മസ്അലകൾ ശ്രദ്ധിച്ചവൻ ജീവിക്കുന്നുണ്ടോ എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഫിഖ്ഹിന് വളരെയധികം പ്രാധാന്യമാണ്. നമ്മുടെ കാര്യങ്ങളൊക്കെയും നന്മയും തിന്മയും നാം കഴിക്കുന്ന മുതല് അത് ഹറാമോ ഹലാലോ അതൊക്കെയും ഫിഖ്ഹിലൂടെയാണ് തീരുമാനിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് സാന്ദർഭികമായി ഒരു കാര്യം ഉണർത്തുന്നു. ഇന്ന് ശനിയാഴ്ചയാണ്. സാധുവായി എനിക്ക് നമ്മുടെ ക്ലാസ് റൂമിൽ ശനിയാഴ്ച വൈകുന്നേരം 4:30 മുതൽ ഏകദേശം ഒരു 6:15 അല്ലെങ്കിൽ 6 മണി വരെ ഒരു സമയം അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യാഴാഴ്ചയുള്ള സമയം തിങ്കളാഴ്ച ഇന്ത്യൻ സമയം 2 മണി മുതൽ ഏകദേശം ഒരു 3-3:15 വരെയുമാണ് സമയം നിശ്ചയിച്ചിട്ടുള്ളത്. അത് കൂട്ടത്തിലൊരു കാര്യം ഉണർത്തുന്നത്, നമ്മുടെ സാമ്പത്തിക മേഖലയിലുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങളൊക്കെയും ചോദിക്കുമ്പോൾ എനിക്ക് പഠിക്കാം, നമുക്കും ശ്രോതാക്കളായി പഠിക്കാം. അതുകൊണ്ടിന്ന് വൈകുന്നേരം നമ്മുടെ സാമ്പത്തികമായി ചിന്തിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ, അതിലെ ഫിഖ്ഹിയായ പല വിഷയങ്ങളും ഗഹനമായി ഞാൻ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നാം തിന്നുന്നത് ഹറാമാകും, നമ്മുടെ മക്കൾ തിന്നുന്നത് ഹറാമാകും, നമ്മുടെ സദഖകൾ ഹറാമാകും, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഹറാമിലായി നമ്മുടെ ദുആക്കുത്തരം ലഭിക്കാതെ നാം ഒരു ഹറാമു തിന്ന് ജീവിക്കുന്നവരായാൽ റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണാം, ഹറാമിൽ നിന്ന് മുളച്ചത് അത് തീയുകൊണ്ട് ഏറ്റവും ബന്ധമായതാണ്. അപ്പൊ നമ്മുടെ ശരീരം ഹറാമു കൊണ്ട് വളർന്നാൽ, നമ്മുടെ ഭാര്യ സന്താനങ്ങളുടെ ശരീരം ഹറാമു കൊണ്ട് വളർന്നാൽ അത് നരകത്തിലേക്കാണ് നാം കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈ അവസാന കാലഘട്ടത്തിൽ എങ്ങനെയെങ്കിലും 10 രൂപ സമ്പാദിക്കണമെന്ന് ചിന്തിക്കുന്നവര് വളരെ ഗഹനമായി ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് നമ്മുടെ സാമ്പത്തിക മേഖല. അപ്പൊ അത് സംബന്ധമായി ഒരു ചർച്ച നമുക്ക് ശനിയാഴ്ചയും നമ്മുടെ ഒരുപാട് പുതിയ സഹോദരിമാര് പല ചെറുപ്പക്കാരും ക്ലാസ് റൂമിലുള്ള വിഷയങ്ങൾ കേൾക്കാൻ വേണ്ടി ഭാര്യന്മാർക്ക് മൊബൈൽ റേഡിയോ ഒക്കെ വാങ്ങിക്കൊടുത്ത് പഠിക്കാൻ താല്പര്യമുള്ളവർ കൂടുതലായി വരുന്നുണ്ട് എന്ന സന്തോഷ വാർത്ത നിങ്ങളോടൊപ്പം ഞാൻ പങ്കുവെക്കലോട് കൂടെ ഒരുപാട് സഹോദരിമാര് നിസ്കാരം, ഹൈൽ, നിഫാസ് പോലത്തെ വിഷയങ്ങൾ മുമ്പ് നോമ്പിന്റെ മുന്നൊക്കെയും വിശദീകരിച്ചതുപോലെ അത് സംബന്ധമായി ഇനിയും വിശദീകരണങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് പല ചെറുപ്പക്കാരും അവരുടെ ഭാര്യന്മാർക്കൊക്കെയും വേണ്ടി അറിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ചക്കത്തെ ക്ലാസ് നമുക്ക് നിസ്കാരം, ഹൈൽ, നിഫാസ് പോലത്തെ നമ്മുടെ ദൈനംദിന ജീവിതം, സാമ്പത്തിക മേഖല, സക്കാത്തും ഹജ്ജൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന വിഷയമല്ലല്ലോ. ദൈനംദിനം ജീവിതത്തിലേക്ക് ആവശ്യമായ പലതും നമുക്ക് പഠിക്കാനുണ്ട്. അങ്ങനത്തെ ഒരു ചർച്ച നമുക്ക് ശനിയാഴ്ച നമ്മുടെ സാമ്പത്തിക മേഖലയും തിങ്കളാഴ്ച നമുക്ക് നമ്മുടെ ശാരീരികമായ പ്രവർത്തനങ്ങളിലുള്ള ഫിഖ്ഹിയായ മസ്അലകളും, അങ്ങനെ 2 ദിവസം 2 വിഷയമാകുമ്പോൾ ശ്രോതാക്കൾക്കും അത് കേൾക്കാൻ ചിലപ്പം ഒരു താല്പര്യമാവും,
ഒരു ഇന്ന ദിവസം ഇന്ന വിഷയം, ഇന്ന ദിവസം ഇന്ന വിഷയം. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ കാര്യം ഒന്ന് ഉണർത്തി 1-2 കാര്യങ്ങൾ ഞാൻ ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരൊക്കെയും ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും ശൈത്താനിയായ രോഗങ്ങളെ കൊണ്ട് വളരെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാൻ ഒരു ചികിത്സക്ക് വേണ്ടി ഒരാളെ തെരഞ്ഞെടുക്കുമ്പോ അത് ഭൗതികമാണെങ്കിലും ആത്മീയമാണെങ്കിലും എന്ത് ശ്രദ്ധിക്കണം? നല്ലവരെ തെരഞ്ഞെടുക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ആത്മീയമായ ചികിത്സയുടെ രംഗത്ത് പലവരും പല പേരിലും പ്രത്യക്ഷപ്പെട്ട് എന്തെല്ലാം നടക്കുന്നുണ്ട്. ഇന്നലെ ഞാനൊരു സംഭവം നിങ്ങൾക്ക് ഉണർത്തി തന്നില്ലേ? ഓലക്കൊടിക്കെട്ടിന്റെ ഉള്ളിൽ തവളന വെച്ച് ഓലക്കൊടിക്കെട്ടിന് ചലനമുണ്ടാക്കി ശൈത്താനെ കയറ്റിയുള്ള ചികിത്സക്കും ചെയ്ത് സാധുക്കളായ നമ്മുടെ സഹോദരിമാർക്ക് ഇതിന്റെ മേഖല അറിയാത്തതിന്റെ പേരിൽ എത്ര കാശാണ് വാങ്ങുന്നത്. സ്വർണത്തിന്റെ വള ഊരി വാങ്ങുന്നവർ, കാതിലെ ആഭരണങ്ങൾ ഊരി വാങ്ങുന്നവർ. എന്റെ പ്രവാസികൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിലെ ചില രോഗങ്ങളുടെ ചികിത്സയ്ക്കു വേണ്ടി പലവരെയും സമീപിക്കുമ്പോൾ നമ്മുടെ സഹോദരിമാർക്ക് ആരോ കൊടുത്ത അഡ്രസ്സിന്റെ പേരിൽ ഞാൻ പറയുന്നു, നല്ല നല്ല ഉസ്താദന്മാര്, ഞാനൊരു മുഖസ്തുതി പറയല്ല, ചിലപ്പോൾ നമ്മുടെ ബാബുസ്താദ് അയില കാണാണ്ട് റൂമിലുണ്ടോന്ന് അറിയില്ല, അതൊക്കെ അതിൻ്റെതായ ചികിത്സക്കാരാണ്. തേനൊയ്യേരുപ്പാപ്പാടെ ആ ഹൈറിന്റെ മാർഗത്തിലൂടെ വന്ന അവരൊക്കെയും തൊക്കുകയും 5 വക്ത് നിസ്കാരം ജനങ്ങൾ സന്തോഷകരമായി അവർക്ക് എന്തെങ്കിലും കിട്ടുന്നത് വേണ്ട എന്നാരും പറയില്ലല്ലോ. അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട്. അത് വരും ക്ലാസ്സുകളിലൊക്കെ നമുക്ക് വിശദീകരിക്കാം. എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് ഞാനൊരു കാര്യം പറയട്ടെ. ഒരു ഡോക്ടറെ അടുത്ത് ചെന്നാല് അവര് പറയാൻ ഒരു ടെസ്റ്റ് നടത്തണം, അതിന് 2000 രൂപ ചെലവ് വരും. നമുക്കൊരു മതില്ല. ചിലപ്പോൾ ഞാൻ പല സാധാരണക്കാരും കൂട്ടിയിട്ട് പല കാര്യപ്പെട്ട ഉസ്താദന്മാരുടെ അടുക്കലും പോകും. എനിക്ക് ചികിത്സകളൊന്നും വേണ്ടതുപോലെ ഒന്നും അറിയില്ല. പക്ഷെ എന്നോട് ആരെങ്കിലും പറഞ്ഞാല് ഇന്നൊരു ഉസ്താദ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ബാബുസ്താദിനേറ്റ് ഞാൻ ബന്ധപ്പെട്ടതിന്റെ ശേഷം ഞാൻ നമ്മുടെ ക്ലാസ് റൂമിലുള്ള പലവരും വിളിക്കുമ്പോ ബാബുസ്താദിന്റെ നമ്പർ കൊടുക്കാറുണ്ട്, നിങ്ങളത് ഉസ്താദുമായി ചർച്ച ചെയ്തോളി. അങ്ങനെ എനിക്ക് വിശ്വാസയോഗ്യമായ ഉസ്താദന്മാരുടെ അടുക്ക് പോകുമ്പോ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത സാധാരണക്കാർ ചോദിച്ചു, എന്താ ഉസ്താദിന് കൊടുക്കണ്ട്? എന്താ ഉസ്താദിന് കൊടുക്കണ്ട്? ആർക്കത് അറിയാത്തത്? ഒരു ഉസ്താദ് നമുക്കൊരു ഉപകാരം ചെയ്തു തന്നാല് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്ന രൂപത്തിൽ എന്തെങ്കിലും കൊടുക്കണം എന്ന് അറിയാത്തവരാരാ? അത് 500 കൊടുത്താല് 500 മതിയോ? 500 കൊടുക്കണം. 250 പോലെ ഉസ്താദെ നോക്കിങ്ങള്. ഒരു ടെസ്റ്റ് നടത്താൻ ഇവിടെ 1000, 2000, 10000, 25000 പറഞ്ഞാൽ പ്രശ്നമില്ല. നേരെ മറിച്ച് ഒരു ഉസ്താദിന് ഒരു 500 കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് വലിയ സംഖ്യ. മൊയിലേമാര് കായിക ആൾക്കാരാണ്, മറ്റേന്റെ ആൾക്കാരാണ്. അതല്ല, നമ്മൾ ഈ നല്ല നല്ല ആളുകളും നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു തരുമ്പോ അവരുടെ മനസ്സ് സന്തോഷിപ്പിക്കുക, അത് തന്നെ നമ്മുടെ രോഗങ്ങൾ മാറാനും നമ്മുടെ ജീവിതത്തിൽ ഒരു ബറക്കത്ത് ലഭിക്കാനും കാരണമാണ് എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്താൻ. ഏതായാലും ആ മേഖല ഞാനൊരു ചെറിയ ഒരു തട്ടിപ്പിന്റെ മേഖലയും കൂടി പറയട്ടെ. ചിലപ്പോ നിങ്ങളുടെ ഭാര്യ വിളിച്ചിട്ട് പറയും, ഞാൻ ഇന്നൊരാളെടുത്ത് പോയി, നിങ്ങൾക്ക് കേൾക്കണോ, എന്റെ മേത്തുള്ള ശൈത്താൻ അങ്ങട്ട് കത്തിയത് ഞാൻ കണ്ടതാണ്, എന്റെ മേത്തുള്ള ശൈത്താനെ ആ ഉസ്താദ് അങ്ങട്ട് കത്തിച്ച് കാണിച്ചെന്ന് നോക്കിയത്. എന്താ അറിയാ? അപ്പൊ ഈ സ്ത്രീ അറിയാ, എടീ ഞാനേ നിക്ക് എന്നും തലച്ചലേന്ന്, നിക്ക് എന്നും ഒരു കുഴക്കേന്ന്, രാത്രിയൊക്കെ എന്തൊക്കെ കാണേന്ന്. ഞാൻ ഇങ്ങനെ ഒരാളെടുത്ത് പോയി, അയാളൊരു സംഗതി ചെയ്തു, എന്റെ മേത്തുള്ള ശൈത്താന് കോയിമുതികേക്കാണ്ട് കയറ്റി ആ കോയിമുതിക നിന്നാണ്ട് കത്തി. ഈ പെണ്ണിന്റെ ഒരു അനുഭവം വെച്ച് വേറെ സ്ത്രീകൾക്ക് അഡ്രസ് കൊടുക്കുന്നു. അങ്ങനെ ഇത് ചൂഷണം ചെയ്യുകയാണ്. ഞാൻ അത് ശ്രദ്ധിക്കണമെന്നാ പറഞ്ഞത്. പ്രവാസികള് അവരുടെ ഭാര്യന്മാരും ഒരു വൈക്ക് പോകുമ്പോൾ ഉദാഹരണം പറയാ, ഇപ്പൊ ഒരു പ്രത്യേക കെമിക്കലുണ്ട്, ശ്രദ്ധിക്കേണ്ടതാണ്. ആ കെമിക്കല് അതിന് പ്രകാശം തട്ടിയില്ലെങ്കിൽ അത് കത്തുമത്രേ. എന്തോ ഒരു പൊടിയാണ്, ലാബിലൊക്കെ ഉപയോഗം എന്തോ ഒരു പൊടിയാണ്, ഒരു പൗണ്ടർ. അതെന്ത് ചെയ്യും? അതിന് പ്രകാശം അതിന് കിട്ടുന്ന സമയത്ത് അത് കത്തൂല. പ്രകാശം അതിന് ലഭിച്ചില്ലെങ്കിൽ അത് കത്തും. അപ്പോൾ ഒരു സ്ഥലമൊന്നും ഇന്നോട് ചോദിക്കരുത്. എന്താ ചെയ്യുന്നത്? അയാളെടുത്ത് ആര് ചെന്നാലും പറയും ഒരു കോഴിമുതുക ചെല്ലാനോ പറയാം. ഈ വ്യക്തി ആ രോഗികളോട് ഒരു കോഴിമുതുക കൊണ്ട് ചെല്ലാൻ പറയും. എന്നിട്ട് എന്ത് ചെയ്യും?
ഈ കോഴിമുടുക എന്ത് ചെയ്യും, അയാളെ മുമ്പിൽ സാധാരണ നമ്മൾ കൈ തുടക്കാൻ വേണ്ടി ഭക്ഷണം കഴിച്ചാൽ കൈ തുടക്കാൻ വേണ്ടി ന്യൂസ് പേപ്പർ കഷ്ണങ്ങളാക്കി വെച്ച മാതിരി ചെറിയ ചെറിയ ഏകദേശം ഒരു A4 വലുപ്പത്തിൽ അല്ലെങ്കിൽ അതിന്റെ പകുതി വലുപ്പത്തിൽ ഉള്ള പേപ്പറിന്റെ കഷ്ണങ്ങൾ ഇതുമൊക്കെ ഇയാൾ ഈ പൗണ്ടർ ഇങ്ങനെ തുടച്ചു വെച്ചിക്കാണ്. എന്നിട്ട് ഈ കോഴിമുടുകേറ്റ് ചെല്ലുന്ന സ്ത്രീകളോട് അവരെന്തു പറയും, ഈ പേപ്പർ കയ്യിൽ കൊടുത്തിട്ട് ഈ പേപ്പറിന്റെ ഉള്ളിൽ ഈ കോഴിമുടുക പൊതിയാൻ പറയും. അപ്പൊ ഈ പൊതിയലോട് കൂടെ ഈ പേപ്പർ ഉമ്മത്ത പൗണ്ടറിന് പ്രകാശം കാരണം ഈ പേപ്പർ ഇങ്ങോട്ട് ചുരുട്ടിപ്പൊടിച്ചാൽ പിന്നെ അതിന്റെ ഉള്ളിലേക്ക് പ്രകാശമില്ലല്ലോ. എന്നിട്ട് ഈ സ്ത്രീകളെ കൊണ്ട് തന്നെ ഈ പേപ്പർ കൊണ്ട് പൊതിഞ്ഞ മുതുക കൊണ്ട് ഇങ്ങനെ തലയിൽ ഒഴിഞ്ഞ് ഇന്റെ മേത്തുള്ള ജിന്നും ശൈത്താനൊക്കെ ഈ മുതുകയിലേക്ക് കേറി കത്തിക്കരിഞ്ഞു പോവനേ എന്ന് പറഞ്ഞിട്ട് ബിസ്മയ്ക്കും ചെല്ലിപ്പിച്ച് ഇയാളെ ഈ സ്ത്രീകളെ കൊണ്ട് ഇതിങ്ങനെ പറയിപ്പിക്കാൻ. ഇത് കുറെ കഴിയുമ്പോ ഈ പൗണ്ടറിലേക്ക് പ്രകാശം കിട്ടാതിരിക്കുമ്പോ ഈ പൗണ്ടർ കത്തുമ്പോ പേപ്പർ കത്തുമ്പോ മുതുക ചൂടായി മുതുക പൊട്ടിത്തെറിക്കും. ഏതൊരു സാധാരണക്കാരും വിശ്വസിക്കാനെന്ത് വല്ലാത്തൊരു ഉസ്താദാണ്. എന്താണ് ആ ഉസ്താദ്? ഇന്റെ മേത്തുള്ള ശൈത്താൻ കോഴിമുതുകേക്കത് കേറ്റി കോഴിമുതുകത് പൊട്ടിത്തെറിച്ചില്ലേനാ. എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, നമ്മുടെ കാശാണ് ഈ വാങ്ങിവെക്കുന്ന രോഗമായോ? അപ്പൊ അതാ ഞാൻ പറയുന്നത്, നമ്മളൊരു ചികിത്സക്ക് പൈശാചികമായ ചികിത്സക്ക് ഒരുങ്ങുമ്പോ നേരെ മരിച്ചുങ്ങൾ കാര്യപ്പെട്ട ഉസ്താദിനെത്തി നോക്കാൻ ഒരു കാര്യപ്പെട്ട അപ്പൊ നമ്മൾ കൊടുക്കുന്ന സലാം ഉസ്താദിനൊക്കെ ചികിത്സിച്ചു മൂപ്പരെ കയ്യിൽ നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ നമ്മൾ 500 കൊടുത്താലും 1000 കൊടുത്താലും 2000 കൊടുത്താലും ഉസ്താദ് കിട്ടിയതാ മേശ കൽപ്പിക്കുന്നു. എത്രയും നോക്കണില്ല, അയച്ചിട്ട് കുറച്ച് കൊടുക്കണല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനത്തെയും ഭൗതിക ഐക്യം ഇവരുടെ രോഗങ്ങൾ മാറണം, അവര് സന്തോഷിച്ച് പൊരുത്തപ്പെട്ട് തരുന്നത് അൽഹംദുലില്ലാഹ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഉസ്താദന്മാർ. അപ്പൊ നമ്മളൊരു ചികിത്സ നടത്താൻ ഉദ്ദേശിക്കുമ്പോ നമ്മൾ അതിനനുസരിച്ചുള്ള വ്യക്തികളെ തെരഞ്ഞെടുക്കണം. അപ്പൊ ഞാൻ ഏതായാലും പറയുന്നത്, പൈശാചികമായ രോഗങ്ങളെ കൊണ്ട് വിഷമം സഹിക്കുന്ന പലവരുമുണ്ട്. ഇൻഷാ അല്ലാഹ് അത് സംബന്ധമായി വിശാലമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ജിന്നിനെ കയറ്റി ജിന്നിനെ ശൈത്താന ശരീരത്തിൽ നിന്ന് ഇറക്കുക, ശൈത്താനെ ഇളക്കുക പോലത്തെ പല ചികിത്സാ സംവിധാനങ്ങളും നടക്കുന്നു. ശൈത്താൻ എന്ത് ചെയ്യും, നമ്മൾ ഈ ശരീരത്തിൽ ജിന്ന് കയറും. ജിന്ന് കയറിയാൽ കാര്യപ്പെട്ട അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഔലിയാക്കന്മാര്, നല്ല നല്ല ആളുകൾ ആ ജിന്നിനോട് ശരീരത്തിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങും. ചിലപ്പം മോശമായ ആൾക്കാർ പറഞ്ഞാൽ ഇറങ്ങുകയും ഇല്ല. അത് റളിയല്ലാഹു തആല ജീവിക്കുന്ന കാലം. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് പറഞ്ഞപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു മരത്തിനാലുള്ള 2 ചെരുപ്പ് കൊടുത്തയച്ചു. എന്നിട്ട് പറഞ്ഞു, ആ ഭരണാധികാരിയോട് അമീറുൽ മുഅ്മിനീനോട് പറയുക, എന്ത് ചെയ്യുക, ഈ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു ഇപ്രകാരം നിന്നോട് നിർദ്ദേശിക്കുന്നു. ആരോട് പറയാ? ഈ ജിന്നുബാധ ഏറ്റ സ്ത്രീയോട് പറയാ. അഹ്മദ് ബിൻ ഹംബൽ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ നിന്നോട് പറയുന്നു, ഒന്നിരിക്കൽ ഈ ശരീരത്തിൽ നിന്ന് നീ ഇറങ്ങിപ്പോകണം, അതല്ലെങ്കിൽ ഈ ചെരുപ്പ് കൊണ്ട് 70 അടി നിന്നെ അടിക്കുമെന്ന് പറഞ്ഞു. എന്ന് ആ സ്ത്രീയോട് പറയാ. ഏതാണ് ചെയ്യുക? ഒന്നിരിക്കൽ ശരീരത്തിൽ നിന്ന് ഇറങ്ങുക, അതല്ലെങ്കിൽ 70 അടി നിന്നെ അടിക്കുന്ന, ഈ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ജിന്നുബാധ ഏറ്റ സഹോദരി പറഞ്ഞത്രേ, ഞാൻ അനുസരിക്കാം, അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞതുകൊണ്ട് ഞാൻ അനുസരിക്കാം, എന്ത് ചെയ്യാം എന്ന് പറഞ്ഞ് ആ ശരീരത്തിൽ നിന്ന് ആ ജിന്ന് ഇറങ്ങിപ്പോയി. ആ പെണ്ണിന്റെ രോഗങ്ങളൊക്കെയും എന്ത് ചെയ്യൂ, മാറി. എന്നിട്ട് എന്തു പറയുകയും ചെയ്തത്രേ, ഞാൻ ഇനി ശരീരത്തിൽ നിൽക്കുകയില്ല, കാരണം അള്ളാഹുവിനെ അനുസരിച്ചു ഭയപ്പെട്ട് ജീവിക്കുന്ന വ്യക്തിയാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ. അതുകൊണ്ട് അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞാൽ എനിക്കത് സ്വീകരിക്കുകയല്ലാതെ മാർഗമില്ല എന്ന് പറഞ്ഞ് ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുകയും അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു വഫാത്തായതിനു ശേഷം
ആ ജിന്ന് വീണ്ടും ഈ പെണ്ണിന്റെ ശരീരത്തിൽ കയറിക്കൂടുകയും പല രോഗങ്ങളും പ്രശ്നങ്ങളൊക്കെയും ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ എന്തു ചെയ്തു? അക്കാലത്ത് ജീവിച്ചിരിക്കുന്ന മറ്റൊരു വ്യക്തിയായിരുന്നു അബൂബക്കറുൽ മർവസി എന്ന് പറയുന്നൊരു വ്യക്തി. അന്ന് കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അടുത്തേ കാലവിട്ടു. അദ്ദേഹം ഈ വിഷയം ഈ സ്ത്രീയോട് പറഞ്ഞപ്പോ ആ സ്ത്രീ പറഞ്ഞത്രേ, നിങ്ങൾ പറയുന്നത് ഞാൻ അനുസരിക്കൂല. അന്ന് ഞാൻ ഇറങ്ങിപ്പോവാൻ കാരണം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മഹാനാണ്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹം പറഞ്ഞത് അനുസരിച്ചത്. നിങ്ങൾക്ക് ഞാൻ അനുസരിക്കില്ല. ഞാൻ മരണം വരെ, ഈ സ്ത്രീയുടെ മരണം വരെ ഈ ശരീരത്തിൽ നിന്ന് ഇറങ്ങുകയില്ല എന്നൊക്കെയും പറഞ്ഞ സംഭവങ്ങള് ജിന്നുകളെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പൊ ജിന്ന് ഏൽക്കലും ശരീരത്തിൽ നിന്ന് മഹാന്മാര് പറഞ്ഞാൽ ഇറങ്ങിപ്പോവാൻ ഒക്കെയുണ്ട്. പക്ഷെ ഏതെങ്കിലൊക്കെയും ഫാസിക്കീങ്ങള് ഞങ്ങൾ ജിന്ന് ഇറക്കുന്നവരാണ്, ശൈത്താൻ ഇറക്കുന്നവരാണെന്ന് പറഞ്ഞ് കോലം കെട്ടി അവരൊന്നും പറഞ്ഞാൽ ജിന്നു ശൈത്താനും ശരീരത്തിൽ നിന്ന് ഇറങ്ങിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഞാൻ അവർ പറയുന്ന എന്തെങ്കിലൊക്കെ ചൊപ്പിരി വിദ്യകൾ കാണിച്ച് എന്റെ ശരീരത്തിൽ നിന്ന് ജിന്ന് ഇറങ്ങി ശൈത്താൻ ഇറങ്ങി എന്നൊക്കെ നമ്മളെ തോന്നിപ്പിക്കും. വലിയ വലിയ സംഖ്യകൾ അതിനവർ വാങ്ങിക്കും. നമ്മുടെ പൈസ അങ്ങനെ ചെലവാകാനല്ലാതെ രോഗങ്ങൾക്കൊന്നും പ്രതിവിധി കാണുകയില്ല. ഏതായിരുന്നാലും അതിൽ സംബന്ധമായ ചികിത്സാ രീതികളൊക്കെ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. ഇന്ന് ഞാൻ ആദ്യമായി നിങ്ങളോട് ഒറ്റ കാര്യം ഉണർത്തുന്നത്, മുഅ്മിനീങ്ങളെ, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്താ? രോഗം വന്നിട്ട് ചികിത്സിക്കാൻ നോക്കലല്ല, രോഗം വരാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് നമുക്ക് ഭൗതികമായ ശാരീരികമായ രോഗങ്ങളാണെങ്കിലും പൈശാചികമായ രോഗങ്ങളാണെങ്കിലും ആ രോഗം വരാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്കറിയല്ലോ നമ്മുടെ ശരീരത്തിന്റെ രോഗങ്ങൾ, നമ്മുടെ ഭക്ഷ്യവസ്തുക്കളിലുള്ള ശ്രദ്ധയില്ലായ്മയാണല്ലോ ഒരുപാട് ശാരീരികമായ രോഗങ്ങൾ നമുക്ക് വരുന്നത്. അതിന്റെയൊക്കെ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. നമ്മുടെ ഡോക്ടർ UK ഷെരീഫ്, ഡോക്ടർ കീശേരി പോലത്തെ നമ്മുടെ ഡോക്ടർമാരൊക്കെയും ശാരീരികമായ അങ്ങനത്തെ രോഗങ്ങൾ വരാനുള്ള കാരണങ്ങളും അതില്ലാതെയാവാനുള്ള പ്രതിവിധികളൊക്കെയും അവർ വിശദീകരിക്കുന്നുണ്ട്. തള്ളക്കൈലുണ്ടാവുമ്പോ കുഞ്ഞിക്കൈയിൽ എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞതുപോലെ ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഞാൻ എന്റെ ഈ സമയത്ത് ഉള്ള ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഭവനങ്ങളിൽ പൈശാചികമായ ഷർറ് നമുക്ക് ഏൽക്കുന്നു. വീടുകളിൽ പൈശാചികം വരാതിരിക്കാനുള്ള മാർഗമാണ് നാം സ്വീകരിക്കേണ്ടത്. മാർഗം എന്താ? ആദ്യമായി നാം മനസ്സിലാക്കേണ്ടതെന്താ? ഈ ശൈത്താന്മാരെ നമുക്ക് ആക്ഷേപിക്കാനുള്ള അർഹതല്ലാണ്. നമ്മളൊക്കെ ഇങ്ങനെ ശൈത്താന്മാരെ ആക്ഷേപിക്കും. മഹാനായ വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ സംഭവം ഗസാലി ഇമാം ഇഹ്യയിൽ പറയുന്നത് കാണാം. വലാ തസുബ്ബ ശൈത്താന ഫിൽ അലാനിയത്തി, പരസ്യമായി ഇത് ശൈത്താൻ എന്ത് വേണ്ട, ആക്ഷേപിക്കണ്ട. ഇത് ശൈത്താൻ എന്ത് വേണ്ട, ചീത്ത പറയണ്ട. കാരണം എന്താ? വ അന്ത സദീഖുഹു ഫിസ്സിരി, രഹസ്യമായ നിന്റെ ജീവിതത്തിൽ നീ ശൈത്താന്റെ അനുയായിയാണ്, നീ ശൈത്താന്റെ സുഹൃത്താണ്, നീ ശൈത്താൻ അനുസരിക്കുന്നവനാ. രഹസ്യമായി ശൈത്താനെ നീ അനുസരിക്കുക, പരസ്യമായി ശൈത്താൻ ആക്ഷേപിക്കുക. അതെന്താവാൻ പാടില്ല, ശ്രദ്ധിക്കണം. വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് വല്ലാത്തൊരു വാക്കാണ്. അതായത് പരസ്യമായി ശൈത്താൻ എങ്ങനെ ആക്ഷേപിക്കും? പൈശാചികമായ രോഗങ്ങൾ ആക്ഷേപിക്കും, പൈശാചികമായ ഷർറുകൾ ആക്ഷേപിക്കും. പക്ഷെ രഹസ്യമായി ശൈത്താൻ അനുസരിക്കുക. ഇൻഷാ അല്ലാഹ് 1-2 പോയിന്റുകൾ ഫിഖ്ഹിയായ ചില മസ്അലകൾ നമുക്കതിന് മനസ്സിലാക്കാം. പക്ഷെ ഇത് പറയുമ്പോൾ എനിക്കൊരു സംഭവം ഓർമ്മയില്ല. മുമ്പൊരായ ഹജ്ജിന് പോയപ്പോ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ പെട്ടതാണല്ലോ മിനായിൽ കല്ലേറ്, ജമ്മകളിലേക്ക് എറിയുക. മുമ്പൊരുത്തൻ ബോംബെയിലെത്തിയപ്പോ ഹജ്ജിന് പോവാതെ തിരിച്ചു പോന്നു. മിനായിൽ കല്ലേറ് നടക്കുന്ന അറിഞ്ഞപ്പോ ബോംബെയിൽ നിന്ന് തിരിച്ചു പോകുന്ന ഒരു സംഭവം ഉണ്ട്, അതവിടെ ഇരിക്കട്ടെ. അപ്പൊ മിനായിലുള്ള ജമ്മകളിലേക്കുള്ള കല്ലേറ്, അതിന്റെ തത്വം എന്താ അതിന്റെ തത്വം? ശൈത്താന്മാരെ ആട്ടി ഓടിക്കുക അല്ലെ? ഷൈത്താനിനെ, ഇബ്ലീസിനെ ആട്ടി ഓടിക്കലാണല്ലോ ജമ്മകളിലേക്കുള്ള കല്ലിന്റെ തത്വം.
ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറക്കാൻ കൊണ്ടുപോകുമ്പോ അതിന് പിന്തിരിപ്പിക്കാൻ നോക്കി. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചലൽക്കല്ലുകളെടുത്ത് ഇബ്ലീസിനെ ആട്ടി ഓടിച്ചതിന്റെ സ്മരണയായിട്ടാണല്ലോ ഈ ജമ്മകളിലേക്ക് എറിയുന്നത്. അങ്ങനെ മുമ്പൊരിക്കൽ ഹജ്ജിന് പോയ ഒരാള് ജമ്മകളിലേക്ക് എറിയുമ്പോൾ അശരീരി ശബ്ദം കേട്ടത്. എന്താ കേട്ടത്? നമ്മൾ തമ്മിൽ ഇത് വേണ്ടാണ്. സംഗതി രസമാണ്. അതായത് ഇവനോ ശൈത്താനാണ്, ഇവൻ രഹസ്യമായി ശൈത്താനിനനുസരിച്ച് ശൈത്താൻ പൈശാചികമായ ജീവിതം തമ്മാരിയായി ജീവിക്കുന്നവനാണ്. ഓനാണ് ജമ്മകളിലേക്ക് ശൈത്താൻ പോവാൻ വേണ്ടി കല്ലെത്തുന്നത്. അപ്പൊ അശരീരി ശബ്ദം കേട്ടു, നമ്മൾ തമ്മിൽ ഇത് വേണ്ട എന്ന്. നമ്മൾ രഹസ്യമായിട്ട് ഒന്നല്ലേ, പിന്നെ എന്തിനാണ് നമ്മൾ ഈ കല്ലെത്തുന്നതിന് ആകത്തുക? അതാണ് വഹബ് ബിൻ മുനബ്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വലാ തസുബ്ബ ശൈത്താന ഫിൽ അലാനിയത്തി, പരസ്യമായി ഇത് ശൈത്താൻ ചീത്ത പറയണ്ട, ഇത് ശൈത്താൻ ആക്ഷേപിക്കണ്ട. വ അന്ത സദീഖുഹു ഫിസ്സിരി, രഹസ്യ ജീവിതത്തിൽ നീ ആ ശൈത്താന്റെ കൂട്ടാളിയാണ്, നീ അവന്റെ ചങ്ങാതിയാണ്. പിന്നെന്തിനാ ശൈത്താൻ ആക്ഷേപിക്കുന്നത്? രഹസ്യമായിട്ട് ബലപ്പം കൂടുക, പരസ്യമായിട്ട് അതിനെ എതിർക്കും ചെയ്യുക. അത് ചെയ്യാൻ പാടില്ല, അത് നിനക്ക് യോജിച്ചതല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടേതായ ജീവിതത്തിൽ, നമ്മുടെ രഹസ്യ ജീവിതത്തിൽ, അല്ലെങ്കിൽ നാം ശ്രദ്ധിക്കാത്ത ജീവിതത്തിൽ പൈശാചികമായ ഷർറുകൾ നമ്മുടെ വീട്ടിലേക്കും നമ്മുടെ ശരീരത്തിലേക്കും നമ്മൾ ഏറ്റുവാങ്ങുകയാണ്, നമ്മൾ കൊണ്ടുവരികയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ മുമ്പായി വളരെ വ്യക്തമായി നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ പറഞ്ഞില്ലേ, ചികിത്സയില്ലാത്ത ചെലവില്ലാത്ത ചികിത്സാ രീതി എന്ന് പറഞ്ഞാല് ഇന്നലെ ബാവുസ്താദ് പറഞ്ഞമായി മൂത്തനെ കൊല്ലാൻ വേണ്ടി ആനയും ചുറ്റിയും കൊടുക്കുന്ന രൂപല്ലപ്പത്. നമ്മൾ ശ്രദ്ധിക്കാത്തതിന്റെ പേരിലാണ് ശൈത്താനിയായ രോഗങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ വീടുകളിലൊക്കെയും വരുന്നത്. അതിന് ഏറ്റവും വേണ്ടത് എന്താ? ആദ്യമായി നമ്മൾ വേണ്ടത് എന്താ? പൈശാചികമായ ഷർറിനത്വത്തുള്ള കാവലിന ചോദിക്കല്. അത് നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു വരികയാണ്, അല്ലേ? ശൈത്താനിനത്വത്തിൽ കാവലിന ചോദിക്കുന്നൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ചുരുങ്ങി വരുന്നു. എത്രത്തോളം? നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഫാത്തിഹ ഓതുന്നതിന്റെ മുമ്പ് അഊദോദൽ സുന്നത്താണ്. ഇത് അറിയാത്തവരാരുണ്ട്? ഞാൻ ഒന്ന് ചോദിക്കട്ടെ മുഅ്മിനീങ്ങളെ, എത്ര പേരുണ്ട് ഔദോതുന്നവരെന്ന്? സമയമില്ല, നേരം വൈകിട്ടാണ് നിസ്കരിക്കാൻ നിൽക്കുന്നത്. അല്ലാഹു അക്ബർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വജ്ജത്ത് ഓതാൻ നേരല്ല, ഔദോതാൻ നേരല്ല. അതുപോലെ തന്നെ വലല്ലാലീൻ കഴിഞ്ഞാൽ റബ്ബി ഗുഫ്രിലി സുന്നത്തല്ലേ, പക്ഷെ പറയാൻ നമുക്ക് നേരല്ല. വേണ്ടതുപോലെ ഒന്നും ചൊല്ലിപ്പൊഴുക്കാൻ നേരല്ല. അതുകൊണ്ട് ശൈത്താനിനെ തൊട്ട് കാവലിനെ ചോദിക്കുക, അതൊരു മുസൽമാന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗ. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചുരുങ്ങി വന്നപ്പോൾ പൈശാചികമായ ഷർറുകൾ നമ്മുടെ ശരീരത്തിലേക്കും നമ്മുടെ ഭവനങ്ങളിലേക്കും ഇങ്ങനെ കേറിക്കൂടാൻ തുടങ്ങി. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഞാൻ വളരെ ചുരുക്കി പറയുന്നു, ആദ്യമായി നാം ചെയ്യേണ്ടത് കാവല്, ഇസ്തിആദത്ത്. നോക്കൂ, റസൂലുള്ളാഹിന്റെ ഹദീസുകളിലൊക്കെ വളരെ വ്യക്തമായ വിഷയം പറയുന്നുണ്ട്. അതായത് കോത്തുവായി, തുമ്പ, നമ്മൾ തുമ്പല്ല, തുമ്മുക എന്നുള്ളത് അല്ലാഹു തആലാക്ക് ഇഷ്ട. തസാഉബ്, കോത്തുവായി ഇതാണുള്ളത് അല്ലാഹു തആലാക്ക് വെറുപ്പ. കാരണം അത് പൈശാചികമായ ഷർറുണ്ടാവുമ്പോഴാണ് കോത്തുവായി വരുന്നത്. അതുകൊണ്ട് തന്നെ മടി, ക്ഷീണം, ഉന്മേഷമില്ലായ്മയ്ക്കും വരുമ്പോൾ ഒരു മനുഷ്യൻ തസാഉബ്, കോത്തുവായിതൽ വരും. കോത്തുവായിടുന്ന സമയത്ത് ശൈത്താൻ ചിരിക്കുമെന്ന് റസൂലുള്ളാഹിന്റെ ഹദീസ് വളരെ വ്യക്തമായി പറയുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ വളരെ വ്യക്തമായി കാണാം, കോത്തുവായിടുമ്പോൾ ശൈത്താൻ ചിരിക്കുന്നു. ഇദാ തസാഅബ ലഹിക മിൻഹു ശൈത്താൻ. നമ്മളൊരു വിഷു ആക്കാറില്ല, പല ആൾക്കാരും കാണാം കോത്തുവായിടുമ്പോ. റസൂലുള്ളാഹിന്റെ മറ്റൊരു ഹദീസിൽ കാണാം, കോത്തുവായിടുന്ന സമയത്ത് കൈവിന്റെ പരമാവധി ശൈത്താനെ തടുക്കാൻ വേണ്ടി വായയുടെ ഭാഗത്ത് കൈ വെക്കണമെന്ന റസൂലുള്ളാഹിന്റെ കൽപ്പന. ചിലപ്പോ നമ്മൾ നിസ്കാരത്തിലൊക്കെയും അത്തഹിയാത്തിനിരിക്കുമ്പോ കോത്തുവായിടും. ആ കോത്തുവായിടുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ അത്തഹിയാത്ത് ഓതിപ്പോയിട്ടുണ്ടാവും. എത്ര അക്ഷരം നഷ്ടപ്പെട്ട്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ആയത്തുൽ കുർസി ഓതിയാൽ, സൂറത്തുൽ യാസീൻ ഓതിയാൽ
അതിന്റെ ഫലം നമ്മുടെ വീട്ടിൽ ലഭിക്കുന്നത് കാണുന്നില്ല. എന്തേ കാരണം? ഞാൻ അറിയാതെ തെറ്റുകൾ സംഭവിക്കുന്നു. ഞാൻ പറയട്ടെ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കണം. ഇന്ന് മരിച്ച വീട്ടിൽ മയ്യത്തെടുക്കുമ്പോ യാസീനോദി ദ്വാരിക്ക. എന്താണ് അവസ്ഥ എന്ന്? എന്താണ് നമ്മുടെ അവസ്ഥ? ഞാൻ പറയട്ടെ, ഞാനൊരു ആക്ഷേപമായിട്ട് പറയല്ല. ചെയ്യുന്നതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കണ്ടേ? ചെയ്തു എന്ന് പേര് കിട്ടിയാൽ മതിയോ? ആ വാപ്പ മരിച്ച് യാസീനോദിദ്വായെന്ന്, വാപ്പ മരിച്ച് മൗലൂദോദിദ്വായെന്ന്, ഇങ്ങനൊരു പേര് മതിയോ? ഇത് യാസീനോദിയതിന്റെ പ്രതിഫലം എനിക്ക് കിട്ടണം, എന്റെ ഉപ്പയുടെ ഖബറിലേക്ക് കിട്ടണം, അല്ലെങ്കിൽ ഞാൻ ആർക്കു വേണ്ടി ചെയ്യുന്നോ അവരുടെ ഖബറിലേക്ക് കിട്ടണം എന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ചെയ്യുന്നതിൽ വെറുപ്പും വൃത്തിയും ഉണ്ടാകും. ആ ശ്രദ്ധയില്ലേ, ചെയ്യുന്നതിൽ വെറുപ്പും വൃത്തി ഉണ്ടാവൂല. ചിലർക്കും കാണാൻ മരിച്ചത്തെ കണ്ട് നമ്മൾ മൗലിദ് ഓതിക്കഴിഞ്ഞ് അല്ലെങ്കിൽ മയ്യത്തെടുക്കുമ്പോഴൊക്കെ യാസീനോദും. അങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ അതിന്റെ ഇടയിൽ കൊലക്കുമ്പോ ഒരാൾ ഓതി രണ്ടായത്ത് ഓതി കഴിഞ്ഞിട്ടുണ്ടാവും, ഓതി കഴിഞ്ഞോന്റെ ഒപ്പം ബനാണ്ട് കൂടും. ഉദാഹരണം പറയട്ടെ, ഞാൻ ചിലപ്പോ ആയത്തുലഹുമുല്ലയിലും നസ്ലഹുമിൻഹുന്നഹാറ എന്നിങ്ങനെ ഓതിയിട്ട് ഉണ്ടാവും. അപ്പോഴായിരിക്കും ഒരാൾ കുരച്ചിട്ടുണ്ടാവും. കുരക്കുമ്പോ മറ്റൊരങ്ങനെ ഓതിപ്പോയി വായത്തിലവും മന്നാഹമ്മല്ലാ ദുര്യത്തും അവിടെത്തി. ഈ കുരക്കാൻ നിന്നോൻ എവിടെ കൂടി? വായത്തിലവും മന്നാഹമ്മല്ലാ ദുര്യത്തും അവിടെ കൂടിക്കൊടുത്തു. ഓന് കുരക്കാൻ വേണ്ടി നിർത്തി വെച്ചത് എവിടെയാണ്? വായത്തുല്ലഹുമുല്ലയിലും നസ്ലഹുന്റെ അവിടെ നിർത്തിയിട്ടാണ് കുരക്കാനും തുപ്പാനും പോയത്. അത് കഴിഞ്ഞു വന്നപ്പോഴേക്ക് മറ്റോൻ എന്ത് ചെയ്തിക്കണ്? വായത്തുല്ലവും മന്നാഹമ്മല്ലാണ്ട് അവിടെ എത്തിക്കണ്. ഓൻ അവിടെ കൂടിക്കൊടുത്തു. ഇപ്പൊ യാസീനോദിയോ? ഇപ്പൊ ഞാൻ ചിന്തിക്കാൻ വേണ്ടി എന്റെ സാധാരണക്കാരോട് പറയാൻ, ഇപ്പൊ യാസീനോദി എത്ര ആയത്ത് ഇവർക്ക് നഷ്ടപ്പെട്ട്? സൂറത്തു യാസീൻ ലിമാ ഖുരിഅ. എന്തുദ്ദേശം വെച്ചിട്ടാണോ സൂറത്തു യാസീൻ ഓതിയത്, ആ കാര്യങ്ങൾക്ക് നേടിയെടുക്കും. എന്തുകൊണ്ട്? ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി ആയത്തുൽ കുർസി ഓതിയ ശൈത്താൻ കരിഞ്ഞാണ്ട് പോകും. പക്ഷെ നമ്മൾ ആയത്തുൽ കുർസി ഓതിയിട്ട് അല്ലെങ്കിൽ നമ്മൾ സൂറത്ത് യാസീൻ ഓതിയിട്ട് ചിലപ്പോൾ നടക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാര്, ഞാൻ ഇന്നലെ ഉണർത്തിയതുപോലെ നമ്മുടെ തജ്വീദിന്റെ ക്ലാസുകളൊക്കെയും വളരെയധികം ശ്രദ്ധിച്ച് ഞാൻ ഓതുന്ന ആയത്തുകൾ, ഞാൻ ഓതുന്ന സൂറത്തുകൾ എനിക്കെന്റെ ജീവിതത്തിൽ ഉപകാരം ലഭിക്കണം, എനിക്ക് ആഖിറത്തിൽ പ്രതിഫലം ലഭിക്കണം എന്ന് ചിന്തിക്കുന്ന മുഅ്മിനീങ്ങളോട് പറയുന്നു, നമ്മുടെ ഭൗതികമായ തിരക്ക് കഴിഞ്ഞിട്ട് ഖുർആനോത്ത് പഠിക്കാൻ നമുക്ക് സമയം കിട്ടൂല. നമ്മുടെ ക്ലാസ് റൂമിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു തജ്വീദിന്റെ ക്ലാസ് പഠിക്കാനും അത് ശ്രദ്ധിക്കാനും സമയം കണ്ടെത്തിയാൽ നമുക്ക് ഒരുപാട് രോഗങ്ങൾക്കുള്ള മരുന്ന് ആയത്തുൽ കുർസിയും വളുഹാ വല്ലൈലിയും അതുപോലത്തെ സൂറത്തുകളൊക്കെ ഓതിച്ച് നമുക്ക് തന്നെ നമ്മുടെ വീട്ടിലുള്ള രോഗങ്ങൾക്ക് പരിഹാരം, ഷർറുകൾക്ക് പരിഹാരം കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കോത്തുവായിരുന്ന സമയത്ത് ശൈത്താൻ ചിരിക്കുന്നു. ശൈത്താൻ ചിരിക്കുന്ന പറഞ്ഞാൽ ശൈത്താൻ ഇവന്റേതായ അകത്തേക്ക് കയറിക്കൂടാനുള്ള അവസരമുണ്ടായി എന്ന നിലക്ക് ശൈത്താൻ ചിരിക്കും. അതുകൊണ്ട് തന്നെ ഒരൊറ്റ പ്രവാചകന്മാരും കോത്തുവായിട്ടിട്ടില്ല എന്നാണ്. കാരണം ശൈത്താന്റെ ആധിപത്യം നടക്കുകയില്ല ആരുടെ ദേഹത്തില്? പ്രവാചകന്മാരുടെ ശരീരത്തില്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് എനിക്ക് ഏറ്റവും പറയാനുള്ളത്, ശൈത്താനിന്റെ ഷർറിനെ തൊട്ട് കാവലിനെ ചോദിക്കുക എന്നുള്ള അവസ്ഥ നമ്മളിലും നമ്മുടെ മക്കളിലൊക്കെയും ചുരുങ്ങി വരുന്നു. അതില്ല കാലത്തോളം ഈ പൈശാചികമായ ഷർറ് ഞാനൊരു ചെറിയ സംഭവം സാന്ദർഭികമായി ഞാൻ പറയട്ടെ. മഹാനായ ഗസ്സാലി ഇമാം പറയുന്ന ഒരു സംഭവം, മുഹമ്മദ് ബിൻ വാസി റളിയല്ലാഹു തആല അൻഹു എല്ലാ ദിവസവും സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് പ്രത്യേകമായ ശൈത്താന്റെ ഷർറിനെ തൊട്ട് കാവൽ ലഭിക്കാൻ വേണ്ടി ഒരു ദുആ നടത്തിയിരുന്നു. അല്ലാഹുമ്മ ഇന്നക സല്ല علينا عدوا بصيرا بعيوبنا يرانا هو وقبيله من حيث لا نراهم اللهم فآيسه منا كما آيسته من رحمتك وقنته منا كما قنته من عفوك وباعد بيننا وبينه كما باعدت بينه وبين رحمتك إنك على كل شيء قدير എന്ന് പറഞ്ഞ് വളരെ അർത്ഥഗംഭീര്യമുള്ള ശൈത്താനിന്റെ ഷർറിനെ തൊട്ട് കാവലിനെ ചോദിച്ച് മുഹമ്മദ് ബിൻ വാസി റളിയല്ലാഹു തആല അൻഹു എല്ലാ ദിവസവും അദ്ദേഹം ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ ഞങ്ങളുടെ മേലിൽ
വലിയ ഒരു ശത്രുവിനെ ആധിപത്യം നടത്തിയിട്ടുണ്ട്. ഞങ്ങളെ അവൻ കാണുന്നു, അവനെ കാണാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് അല്ലാഹുവേ, ഞങ്ങളെ തൊട്ട് അവനെ നീ ആശ മുരിക്കണേ. ഏതുപോലെ നിന്റെ റഹ്മത്തിനെ തൊട്ട് അവനെ നീ ആശ മുരിച്ചതുപോലെ ഞങ്ങളെ തൊട്ട് അവനെ നീ ആശ മുരിക്കണേ. ഞങ്ങളിൽ ഒരു ആധിപത്യവും നടക്കില്ല എന്ന് അവനിക്ക് ബോധ്യപ്പെടുത്തണേ. ഞങ്ങളിൽ ഒരു ആധിപത്യം നടത്താനുള്ള കഴിവ് അവനിക്ക് നീ കൊടുക്ക. അതുപോലെ തന്നെ നിന്റെ റഹ്മത്തിന്റെയും അവന്റെയും ഇടയിൽ നീ വിദൂരത്താക്കിയതുപോലെ ഞങ്ങളുടെയും അവന്റെയും ഇടയിൽ നീ വിദൂരത്താക്കണേ എന്ന അർത്ഥം വരുന്ന ഈ ദുആ എല്ലാ സുബഹി നിസ്കാരത്തിന്റെ ശേഷവും മഹാനായ മുഹമ്മദ് ബിൻ വാസിർ റളിയല്ലാഹു തആല അൻഹു നടത്താറുണ്ട്. അങ്ങനെ ഒരു ദിവസം മുഹമ്മദ് ബിൻ വാസിർ റളിയല്ലാഹു തആല അൻഹു പോകുന്ന സമയത്ത് ഫതമസ്സല ലഹു ഇബ്ലീസു യൗമൻ ഫീ തരീഖിൽ മസ്ജിദി. മുഹമ്മദ് ബിൻ വാസിർ റളിയല്ലാഹു തആല അൻഹു പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു മനുഷ്യരൂപത്തിൽ ശൈത്താൻ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. ശൈത്താൻ ചിലപ്പം മനുഷ്യരൂപത്തിലേക്കും വരും. ഉദാഹരണം പറയാ, മുമ്പ് ഉമ്മാമെന്താക്കി, ഇബ്ലീസിന് പൈസ കൊടുക്കാൻ നേർച്ചയാക്കി. ഇബ്ലീസിന് പൈസ കൊടുക്കാൻ നേർച്ചയാക്കിയിട്ട് ഇബ്ലീസിനെ കാണണ്ടേ. അവസാനം എന്ത് ചെയ്തു? ഇമ്മാമ പേരക്കുട്ടിനെ പറഞ്ഞയച്ചു. ഈ പള്ളിക്കല ഉസ്താദിനോട് പറയും, വല്യമ്മ അങ്ങനെ പൈസ നേർച്ച. ഉസ്താദ് പറഞ്ഞു, അതാ ഇബ്ലീസിനെ കാണാൻ എന്താ പണി? പള്ളിക്കന്ന് ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിലേക്ക് കയറാതെ വീട്ടിക്ക് പോകുന്നോൻ തന്നെയാണ് ഇബ്ലീസ്. പള്ളിക്കന്ന് ബാങ്ക് കൊടുക്കുക, പള്ളിയുടെ മേത്ത് കൂടെ നിക്കരിക്കാതെ അങ്ങനെ പെരേക്കാണ്ട് പോവുക, ഓൻ തന്നെയാണ് ഇബ്ലീസ് എന്നാണ്. ഈ കുട്ടി എന്ത് ചെയ്തു? ഉമ്മാമാന്റെ നേർച്ച പൈസയും പൊളിച്ചങ്ങാണ്ട് വൈക്കങ്ങനെ കാത്തുന്ന്. അങ്ങനത്തെ ഒരു അങ്ങനെ ഉണ്ട് നാട്ടിലെ വേണ്ടപ്പെട്ട ഒരു ആചാര്. പള്ളിക്കന്ന് ബാങ്ക് കൊടുക്കുന്നുണ്ട്. ബാങ്ക് കൊടുക്കുമ്പോ അയാള് പള്ളിക്കൊക്കെ കയറാതെ നേരെ പെരേക്ക് പോവുക. ഈ കുട്ടി എന്ത് ചെയ്തു? പേരക്കുട്ടി ചെയ്തു ഇബ്ലീസ് അവിടെ കിന്നറിഞ്ഞു. ആചാര്യൊന്നിങ്ങനെ ആരാ എന്നെ ഇബ്ലീസിന് വിളിക്കണ്? നോക്കുമ്പോ ഈ കുട്ടിയാ. ആരാ? ഞാനതാ ഇബ്ലീസ്. അങ്ങനെ ഇബ്ലീസാണ് പള്ളിക്കൽ ഉസ്താദ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ വല്യമ്മന്റെ നേർച്ച പൈസയാണ് വിളിച്ചോലിന്ന നോക്കിയത്. കാരണം വല്യമ്മ ഇബ്ലീസിനെ പൈസ നേർച്ചയാക്കിയത്. പള്ളിക്കൽ ഉസ്താദ് പറഞ്ഞ എന്താണ്? പള്ളിക്കന്ന് ബാബാണ് ഇബ്ലീസ് നിങ്ങളാണ്. ഇതിന്റെ വല്യമ്മ ഇബ്ലീസ് നേർച്ചയാക്കിയ പൈസ, ഈ പൈസ നിങ്ങൾ ഹക്കാണ് പുൽച്ചോലിനാണ് എന്ന് പറഞ്ഞ മാതിരി ഇബ്ലീസ് പല കോലത്തിലും വരും. മഹാനായ മുഹമ്മദ് ബിൻ വാസിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് പള്ളിയിലേക്ക് പോകുമ്പോ ഇബ്ലീസ് രൂപാന്തരപ്പെട്ടു. മഹാനുഭാവന്റെ മുമ്പിൽ വന്നിട്ട് ചോദിച്ചു, ഞങ്ങൾക്ക് അറിയോന്ന് ചോദിച്ചു. നോക്കണം, എല്ലാ ദിവസവും സുബഹി നിസ്കാരത്തിന്റെ ശേഷം മുഹമ്മദ് ബിൻ വാസിർ റളിയല്ലാഹു അൻഹുവിന്റെ ആ ദുആഇന്റെ ഗൗരവം പ്രത്യക്ഷപ്പെട്ടിട്ട് ഇബ്ലീസ് ചോദിച്ചു, നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചു. അപ്പൊ മുഹമ്മദ് ബിൻ വാസിർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിക്കറിയില്ല. അതായത് ഇബ്നു വാസിൻ ഹൽ തഅരിഫൂനി, എന്നെ നിങ്ങൾ അറിയുമോ ഇബ്നു വാസിയെ? ആ സമയത്ത് മുഹമ്മദ് ബിൻ വാസിർ ചോദിച്ചു, ഒമന്നന്ത ജാര. ആ സമയത്ത് കാല, ഇബ്ലീസ് പറഞ്ഞു, അന ഇബ്ലീസ്, ഞാൻ ഇബ്ലീസാണ് ഞാൻ. ഫഖാല, ആ സമയത്ത് മുഹമ്മദ് ബിൻ വാസിർ ചോദിച്ചു, ഒമാ തുരീദ്, എന്താ എന്റെ ഉദ്ദേശം? നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചപ്പോ കാല, ലയനത്താക്കപ്പെട്ട ഇബ്ലീസ് പറഞ്ഞു, ഉരീദു, ശ്രദ്ധിക്കണം, ഞാൻ കുറെ പൈസ ചെലവാക്കിയ വേണ്ടത്. ആദ്യമായി നമ്മുടെ ജീവിതത്തില് പൈശാചികമായ ശരീരത്വത്ത് നല്ലൊരു കാവല് എല്ലാ ദിവസവും നമുക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ വീടിന് വേണ്ടി കവൽ ചോദിക്കും. എന്റെ മക്കളെയും എന്റേതായ ഭവനത്തെയും പൈശാചികമായ ശരീരത്വത്ത് കാവൽ നൽകണേ. ഈ ഒരു നല്ല ഒരു ഇസ്തിയാദത്ത് അത് നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു വരുന്നു. നമുക്ക് ആ ബിസ്മിയുടെ മുന്നേ ഔദോദാ നേരല്ല. അതല്ലെങ്കിൽ വേണ്ടാത്ത അതേപോലെ ബാത്റൂമിലേക്ക് കയറുന്ന സമയത്ത് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്
ദിക്റ് ചൊല്ലാൻ നമുക്ക് നേരല്ല, നമ്മൾ പാഞ്ഞു കേറുകയാണ്. മൂത്രം തുണി കൂടെ പോകാൻ നേരത്താണ് കക്കൂസ് പോവുക, അല്ലെങ്കിൽ ബാത്റൂമിൽ പോവുക. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എന്താ ഉദ്ദേശിക്കുന്നത്, എന്തിനാപ്പജിന്റെ മുമ്പിൽ വന്നിക്കണെന്ന് ചോദിച്ച് ആ സമയത്ത് ഇബ്ലീസ് പറഞ്ഞു, ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നു, അല്ലാ തുഅല്ലിമ അഹദൻ ഹാദിഹിൽ ഇസ്തിയാദത, ദയവ് ചെയ്തിട്ട് നിങ്ങളെ എല്ലാ ദിവസവും സുബഹി നിസ്കാരത്തിന്റെ ശേഷം എന്റെ ശരീരത്തെ കാവലിനെ ചോദിക്കുന്ന ദുആല് അത് നിങ്ങൾ ഇനി ഒരാൾക്കും പഠിപ്പിക്കരുത്. ഇങ്ങളെ എത്തിക്ക് ഞാൻ ഏതായാലും വരൂല. നോക്കി, നിങ്ങൾ ഇബ്ലീസ് പറയാണ്, ഇങ്ങളെ സുയിപ്പാക്കാൻ ഞാൻ വരൂല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്ത് ആ ഒരു ആർക്കും പഠിപ്പിക്കരുത്. കാരണം ആ ദുആ ചെല്ലുന്ന ഒരാളത്തേക്ക് അത്രയും ഗൗരവത്തിലാണ് നിങ്ങൾ എന്റെ ശരീരത്തെ കാവലിനെ ചോദിക്കുന്നത്, പൈശാചികമായ ശരീരത്തെ കാവലിനെ ചോദിക്കുന്നത്. അത് വെച്ചാൻ എന്നെ കൊണ്ടാകൂല. അതുകൊണ്ട് ഈ ദുആ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരാൾക്കും പഠിപ്പിക്കരുത്. വല അതഅവലുലക, നിങ്ങളെത്തിക്ക് ഞാൻ വരൂല എന്ന് പറഞ്ഞപ്പോ ഖാല മുഹമ്മദ് ബിൻ വാസി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ആര് ഈ ദുആ പഠിക്കാൻ തയ്യാറായാലും ഞാൻ പഠിപ്പിക്കും. ഫസ്നഉ മാ ശിഅ്ത, കണ്ടത് കൂട്ടിക്കോണം. അങ്ങനെ തന്നെ ഇബ്നു വാസി പറഞ്ഞത്. എന്ത് അങ്ങനെ തന്നെയാണ് ഇബ്നു വാസി പറഞ്ഞത്. ഞാനിത് എല്ലാവർക്കും പഠിപ്പിക്കും. ഫസ്നഉ മാ ശിഅ്ത, ഇജ് കണ്ടത് കൂട്ടിക്കോ. മലയാളത്തിൽ നീ ഉദ്ദേശിച്ചത് ചെയ്തോന്നാ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എന്ത്, നീ കണ്ടത് കൂട്ടിക്കോ എന്ന്. അപ്പൊ ഞാൻ പറയുന്നത്, ശൈത്താൻ നമ്മുടെ ചില പ്രവർത്തികൾ കാണുമ്പോൾ ചിരിക്കുന്നു. അതുപോലെ തന്നെ ശൈത്താൻ നമ്മളിലേക്ക് കടന്നു വരാൻ നോക്കുന്നു. അതുപോലെ തന്നെ ശൈത്താൻ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്നു. ശൈത്താൻ നമ്മുടെ ശരീരത്തിലേക്കും ഭവനങ്ങളിലേക്കും കയറി വരുന്ന മാർഗങ്ങള് ഇന്നാലിന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നേരത്ത് ഞാൻ ഉണ്ടാവുന്നു. ഇന്നാലിന്ന കാര്യങ്ങൾ ചെയ്യുന്നേരത്ത് ഞാൻ ഉണ്ടാകുമെന്ന് ഇബ്ലീസ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനിക്ക് ഇബ്ലീസ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്നാലിന്ന സമയത്ത് ഇന്ന ഓർമ്മ ഉണ്ടായാലും നിങ്ങൾ രക്ഷപ്പെടുന്നു. അതായത് ഒന്ന് ദേഷ്യം പിടിക്കുന്ന നേരാ. കാരണം ഞാൻ ഒന്ന് ചുരുക്കി പറയാണ്, ഇബ്ലീസ് മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങാൻ പോകുമ്പോൾ കാര്യം പറഞ്ഞേൽപ്പിച്ച്, എന്താ പറഞ്ഞേൽപ്പിച്ചത്, എനിക്ക് തൗബയുണ്ടോ എന്നൊന്ന് ചോദിക്കാൻ അല്ലാഹു തആലയോട് ചോദിക്കാൻ വേണ്ടി ഏൽപ്പിച്ച് മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ച് അല്ലാഹു തആല വിവരം അറിയിച്ച് ആദമിന്റെ ഖബറിനെ ചെന്ന് സുജൂദ് ചെയ്താൽ ഓനക്ക് തൗബണ്ട് എന്ന് പറഞ്ഞ് ആ വിവരം മൂസാ നബി ഇബ്ലീസിനോട് പറഞ്ഞു. ഇബ്ലീസ് ഒരു ഇടങ്കണ്ണത്ത് ഇങ്ങനെ നോക്കി മൂസാ നബിനെ, ഇങ്ങനെ ജീവിതകാലത്ത് സുജൂദ് ചെയ്യാൻ എന്നെ കിട്ടിയിട്ടില്ല, എന്നിട്ടപ്പം മരിച്ചിട്ട് ഖബറിനെ പോയി സുജൂദ് ചെയ്യാൻ ഇന്ന ആ പണിക്ക് കിട്ടൂല എന്ന് പറഞ്ഞിട്ട് ഇബ്ലീസ് പറഞ്ഞു, ഏതായാലും ഇന്റെ കാര്യത്തില് ഒരു റെക്കമെൻഡേഷന് വേണ്ടി നിങ്ങൾ തയ്യാറായില്ല അള്ളാന്റെ മുമ്പിൽ, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ഇബ്ലീസ് മൂസാ നബിയോട് പറഞ്ഞത് എന്താണല്ലോ, 3 സന്ദർഭങ്ങളിൽ നിങ്ങൾ ആലോചിച്ചോളി, ഇന്ന ഓർത്താൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. എന്നിട്ട് ഇബ്ലീസ് പറഞ്ഞത് എന്താണല്ലോ മൂസാ നബിയോട്, അതിൽ ഒരു പ്രാവശ്യം ഏതാ, ദേഷ്യം വരുന്ന സമയത്ത് ഇന്ന് ഓർമ്മ ഉണ്ടാവുക, അല്ലെങ്കിൽ ആകെ പുതുത്തവൻ അറിയാത്ത അവസ്ഥയിൽ അവൻ ആക്കി തീർക്കും. അങ്ങനെയല്ല മക്കളെ, സുഹൃത്തുക്കളെ, പലരും ദേഷ്യം വന്നിട്ട് ഭാര്യമാരെ 3 തലാക്കും ചൊല്ലിയത്. പല ഗൾഫ് സുഹൃത്തുക്കളും വിളിക്കാറുണ്ട്, ഉസ്താദെ ഭാര്യനോട് വർത്താനം പറഞ്ഞു, ദേഷ്യം വന്നപ്പോ ഞാൻ ഇങ്ങനൊരു വാക്ക് ഉപയോഗിച്ചു പോയി, തലാക്ക് പോവോ എന്നൊക്കെ ചോദിച്ചിട്ട് എത്ര സുഹൃത്തുക്കൾ വിളിക്കാറുണ്ട് ചിട്ട. അപ്പൊ ഇബ്ലീസ് വരുന്ന മാർഗങ്ങള് ഞാൻ അറിയണം. അതുകൊണ്ട് ഇബ്ലീസിന്റെ ഷർറിനെ തൊട്ട് ഏറ്റവും കൂടുതൽ കാവലിനെ ചോദിക്കല്, പൈശാചികമായ ഷർറിനെ തൊട്ട് ഏറ്റവും കൂടുതൽ കാവലിനെ ചോദിക്കലാണ് അതിന്റെ ഒന്നാമത്തെ ഘട്ടം. അതുപോലെ തന്നെ ഇനി രണ്ടാമതായി ഞാൻ മനസ്സിലാക്കിയതെന്നതാണ്, പൈശാചികമായ ഷർറുകൾ, മലായിക്കത്തീങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവിടെ പിശാചുകൾ കടന്നുകൂടും. പിശാചുകൾ കടന്നുകൂടിയാൽ പല ദുർബോധ മനസ്സുകളും അവർ തോന്നിപ്പിക്കും. പലതും നമ്മൾ ചെയ്യും, പല വൃത്തികേടുകളും ചെയ്യും. പല വൃത്തികേടുകളും രോഗങ്ങളിലേക്ക് അത് കാരണമായി തീരും.
റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണാം, നായയുള്ള വീട്ടിലേക്ക്, ജനാപത്തുകാരനുള്ള വീട്ടിലേക്ക്, സൂറത്തുള്ള വീട്ടുകളിലേക്ക് റഹ്മത്തിന്റെ മലായിക്കത്തീങ്ങൾ പ്രവേശിക്കില്ല. റഹ്മത്തിന്റെ മലായിക്കത്തീങ്ങൾ പ്രവേശിക്കാതെ അവിടെ പൈശാചികമായ ജിന്നുകളും പൈശാചികമായ ഷർറുകളുമാണ് ഉണ്ടാവുക. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ വീട്ടിലൊക്കെ ഒരു അവസ്ഥ എന്താ? സുബൈ നിസ്കാരം ഖളാ ആവുന്ന വീട്ടിൽ ശൈത്താൻ കയറിക്കൂടുന്ന ആഹിദാനുസ്തായാതെ ശൈത്താണ്ടാവും. പിന്നെ ശൈത്താൻ ഓരോ നമുക്ക് തോന്നിപ്പിക്കും. ആ തോന്നിപ്പിക്കുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്യും. ഏതോ ഒരു യുദ്ധം കഴിഞ്ഞ് റസൂലുള്ളയും സഹാബത്തും മടങ്ങുമ്പോ ഒരു സ്ഥലത്ത് അവർ വിശ്രമിക്കാൻ വേണ്ടി ഒരുമിച്ചുകൂടി. അങ്ങനെ അവർ ഉറക്കത്തിൽപ്പെട്ട് സുബഹി ഖളാ ആയി. ഹദീസുകളിൽ വളരെ വ്യക്തമായി കാണാം. ആ സുബഹി ഒരു ദിവസം അവർ ഉറക്കത്തിലെ ക്ഷീണം കാരണം ബിലാൽ റളിയല്ലാഹു തആല ഒന്നും അറിഞ്ഞില്ല. എല്ലാവരും ഉറക്കത്തിൽപ്പെട്ടു. അങ്ങനെ സൂര്യൻ ഉദിച്ചതിനു ശേഷമാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. അവർ ഉണർന്നു നോക്കുമ്പോൾ റസൂലും സഹാബത്തും ഉണർന്നപ്പോൾ സൂര്യൻ ഉദിച്ചിരിക്കുന്നു, സുബഹി ഖളാ ആവുകയാണ്. അവിടുന്ന് സഹാബത്ത് പെട്ടെന്ന് നിസ്കരിക്കാൻ ശ്രമിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഇവിടെ ശൈത്താനുണ്ട്, ഇവിടെ വെച്ച് നമ്മൾ ഇനി നിസ്കരിക്കണ്ട, കുറച്ചങ്ങോട്ട് പോയിച്ച് നിസ്കരിക്കാം. ശ്രദ്ധിക്കണം, അവിടെ നമ്മൾ നിസ്കരിക്കണം എന്നല്ലേ മസ്അല. റസൂലുള്ള സഹാബത്തിനോട് പറഞ്ഞതെന്താ? ഇവിടെ ശൈത്താനുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് നിസ്കരിക്കണ്ട, കുറച്ചങ്ങോട്ട് പോയിച്ച് നിസ്കരിക്കാം. നോക്കൂ, നമ്മുടെ വീടുകളിലൊക്കെയും എത്രയോ സാധാരണക്കാരുടെ വീട്ടില് ചിലപ്പോൾ ളുഹ്ർ അസ്റൊക്കെ നിസ്കരിക്കുന്നുണ്ടാവും. സുബഹി ഖളാ ആയി ഉറങ്ങുന്ന എത്ര പുരുഷന്മാര് പല വീടുകളിലും ഉണ്ട്. എങ്ങനെയാണ് ആ വീട്ടിൽ നിന്ന് ശൈത്താൻ പോവുക? വളപ്പ് കെട്ടിയോണ്ട് കാര്യം എന്താ? വളപ്പ് കെട്ടുന്നത് നല്ലതാണ്, പക്ഷേ വളപ്പൊക്കെ കെട്ടിയിട്ട് നമ്മൾ വലിയ സംഖ്യകൾ ചെലവഴിക്കുന്നു. ശൈത്താനിനെ നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ജനാപത്തുകാരനുള്ള വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലായിക്കത്തീങ്ങൾ കടക്കില്ല. റഹ്മത്തിന്റെ മലായിക്കത്തീങ്ങൾ വരാത്തേടത്ത് പൈശാചികമായ ജിന്നുകൾ കയറിക്കൂടും. അത് മറ്റു തെളിവുകൾ അതിനൊരുപാട് ഉദ്ധരിക്കാനുണ്ട്. അവരുടെ ജിന്നുകൾ കയറിക്കൂടും, അവരുടെ ശൈത്താന്മാര് കയറിക്കൂടും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പുരുഷന്മാരെക്കാൾ ആ വിഷയം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലായിക്കത്തീങ്ങൾ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞാൽ ും തെറ്റിദ്ധരിക്കരുത്. എന്ത്? അപ്പൊ രാത്രി സമയത്ത് ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ ബന്ധപ്പെട്ടാല് സുബഹിയുടെ മുന്നേ അല്ലെങ്കിൽ സുബഹി ഖളാ ആകുന്നതിന് മുമ്പൊക്കെയാണല്ലോ പലവരും കുളിക്കാറുള്ളത്. അപ്പൊ ആ വീട്ടിൽ റഹ്മത്തിന്റെ മലായിക്കത്തീങ്ങൾ വരില്ലേ എന്ന് പറഞ്ഞതിന് അർത്ഥമില്ല. ജനാപത്തുകാരൻ കുലി നിർബന്ധമുള്ളവരുടെ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലായിക്കത്തീങ്ങൾ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞാൽ ശർഇനോട് വിപരീതമായി ജീവിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ കുലി നിർബന്ധമായി നിസ്കാരത്തിന്റെ സമയമായി ത്തിന്റെ സമയമായി കഥ പറയില്ല. ആ വീട്ടിൽ ഐശ്വര്യമുണ്ടാകില്ല, ആ വീട്ടിൽ പൈശാചികമായ ഷർറുകൾ കയറിക്കൂടും. നമുക്കറിയാം, നമ്മുടെ എത്രയോ സ്ത്രീകള് രാത്രി അയിലരക്തം നിന്നിട്ട് കുലി നിർബന്ധമായി ഉണ്ട്. പക്ഷേ അവരെന്ത് ചെയ്യും? പലവരും പിന്നെ അപ്പ കുളിക്കില്ല. അതൊക്കെ നമ്മൾ മസ്അലകൾ മുമ്പ് വിശദീകരിച്ചതാണ്. രക്തം നിന്നാൽ ഒരു സെക്കൻഡ് അഥവാ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലാനുള്ള സമയം ആ രക്തം നിന്ന ടൈമിൽ നിന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാട്ടില് നല്ല മഴയാണ്, അതുകൊണ്ട് നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ആകത്തുക പറഞ്ഞത്, നമ്മൾ ശൈത്താനിന്റെ ഷർറ് തടുക്കാൻ കുറെ കാശുകളൊക്കെ ഇറക്കി ചെലവഴിക്കുന്നതിന് മുമ്പ് രണ്ടു കാര്യമാണ് ആ വിഷയത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, കാര്യമായി പൈശാചികമായ ഷർറിനെ തൊട്ട് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുക.
രണ്ടാമത്തേത് എന്താണ്? ശൈത്താൻ നമ്മുടെ വീടുകളിലേക്ക് കയറി വരുന്ന മാർഗങ്ങൾ രതിക്ക് ചിന്തിക്കുക. അതിൽ പെട്ടതാണ് നിർബന്ധമായ കുലികളൊക്കെയും സംഭവിച്ചിട്ട് നിസ്കാരത്തിന്റെ ടൈമായിട്ടും ഞാൻ കുലിക്കാതെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മറ്റുള്ളവർ കുലിക്കാതെ പിറ്റേ ദിവസം ഉച്ചയാകുന്നതുവരെ എന്താണ് പിന്തിപ്പിക്കുന്ന പല സാധാരണ സഹോദരിമാരുണ്ട്. നിങ്ങൾ നോക്കൂ, പലപ്പോഴും സാധാരണ സഹോദരിമാര്, ഞാൻ അതൊക്കെ ഒരു പഠനം നടത്തി നോക്കുമ്പോ ഹോസ്പിറ്റലുകളിലായാലും ഈ ചികിത്സാ കേന്ദ്രങ്ങളിലൊക്കെ ആയാൽ അവിടെ പോയി നമ്മളൊരു പരിശോധന നടത്തിയാൽ ഏറ്റവും കൂടുതൽ അവിടെ കാണുന്നത് സാധാരണക്കാരായ മുസ്ലിം സഹോദരിമാരെയാണ്. ഹോസ്പിറ്റലായാലും ഇങ്ങനത്തെക്കും ചികിത്സാ സ്ഥലങ്ങളൊക്കെ ആയാലും സാധാരണക്കാരായ മുസ്ലിം സഹോദരിമാർ എന്താണ് ജീവിതത്തിലുള്ള കൃത്യനിഷ്ഠത ഇല്ലാതെ വന്നത്. തോന്നുമ്പോ കുലിക്കുക, തോന്നുന്ന വൃത്തിയിൽ ജീവിക്കുക, എങ്ങനെങ്കിലൊക്കെ ജീവിക്കുക, വീട്ടിൽ കുറെ TV കാണുക, അതങ്ങോട്ട് ഓഫാക്കിയിട്ട് സുഖമായി കണ്ട് കടന്നുറങ്ങുക, ഒരു ഔദോ ബിസ്മിയോ ആയത്തൊരു കുറിച്ചൊന്നും ഇല്ലാത്തൊരു ഹദ്ദാദൊന്നും ചെല്ലാത്ത. അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള കൃത്യനിഷ്ഠതകളും അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങളുടെ ഇല്ലായ്മയും നമ്മുടെ നിർബന്ധമായ കുലികളിലൊക്കെയും ശ്രദ്ധിക്കാതെക്കുള്ള ജീവിതം റഹ്മത്തിന്റെ മലായിക്കത്തീങ്ങൾ നമ്മുടെ ഭാഗത്തിൽ നിന്നും നമ്മുടെ വീടുകളിൽ നിന്നും ഒഴിഞ്ഞൊഴിഞ്ഞു പോകുമ്പോൾ മലായിക്കത്തീങ്ങളില്ലാത്ത വീട്ടിൽ ജിന്നുകളും ശൈത്താന്മാരും കാവലാകുകയും അവര് പല ദുർബോധ മനസ്സുകളും നമുക്ക് തരികയും അവരുടെ ദുർബോധ മനസ്സുകളെ കൊണ്ട് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുകയും ആ ചെയ്യുന്നതൊക്കെയും പലതും രോഗങ്ങളായി തീരുകയും ചെയ്യുന്നു. ഞാൻ പറയട്ടെ, അങ്ങനെയാണ് രോഗങ്ങൾ വരുന്നത്. ഒരു ഭാര്യ ഭർത്താവും തമ്മിൽ ബന്ധപ്പെടുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് തോന്നിയ മാതിരി എന്തെങ്കിലൊക്കെ രൂപത്തിലായാൽ അവരെയൊക്കെയും ശൈത്താനും പൈശാചികമായ ജിന്നുകളും കയറിക്കൂടി നമ്മുടെ ശരീരത്തിന് പല രോഗങ്ങളും പല പ്രയാസങ്ങളുണ്ടാക്കും. നമ്മൾ അങ്ങനെ നടക്കും. പിന്നെ ചികിത്സിക്കാൻ വേണ്ടി എവിടെയാണ് ഈ രോഗത്തിന് ശിഫ കിട്ടുന്നത്? അവസാനം ഇന്നലെ നമ്മളെ ബാവുസ്താദ് പറഞ്ഞ മാതിരി കുറെ തങ്ങന്മാരും മൊയ്ലിയന്മാരെ അവരിമ്പതൊക്കെയും അവനെങ്കിലെങ്കിലൊക്കെ ഹൈന്ദവ സുഹൃത്തുക്കളെ പോയി നമ്മുടെ ഈമാനും നമ്മുടെ സമ്പത്തൊക്കെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എന്റെ വീട്ടിൽ എന്റെ ശരീരത്തിലേക്ക് ഏൽക്കാനും വരാനുമുള്ള കാരണങ്ങള് രതിക്ക് നമ്മുടെ ഇസ്ലാമിക ജീവിത രീതിയിലൂടെ മനസ്സിലാക്കിയെടുത്താൽ ഒരു പരിധിവരെ നമ്മുടെ രോഗങ്ങൾക്കൊക്കെയും പരിഹാരം ലഭിക്കും. ഞാൻ കൂടുതൽ പോകുന്നില്ല. ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ രൂപത്തിൽ എന്റെ പങ്ങന്മാരായി വരുന്ന എന്റെ എളാപ്പയുടെ മക്കളുടെ കല്യാണ ദിവസമാണ്. അതുകൊണ്ട് അവിടെ പോവണം. ഇൻഷാ അല്ലാഹ് മറ്റേതെങ്കിലും നമ്മുടെ ഉസ്താദന്മാര് മൈക്കയിലേക്ക് വരണം. ഒരുപാട് കാര്യങ്ങൾ ഇത് സംബന്ധമായി നമുക്ക് പറയാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വരും. ഞാൻ പലരും ആ ദുആ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്റെ ലാപ്ടോപ്പിൽ അറബില്ല. അറബി ടൈപ്പ് ചെയ്യാൻ എനിക്ക് അറിയായില്ല, പക്ഷെ ലാപ്ടോപ്പിൽ സംവിധാനമല്ല. അൽഹംദുലില്ലാ നമ്മൾ അങ്ങനെ ഒരു വിഷയം പറഞ്ഞപ്പോ 2-3 സുഹൃത്തുക്കൾ PM അയച്ചു, ആ ദുആ ഒന്ന് എഴുതിത്തരണം. അത് നിങ്ങളുടെ നാട്ടിൽ വെച്ച ഉസ്താദന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇഹിയ എന്ന് പറയുന്ന കിതാബിന്റെ 3-ാം ജുസ് നോക്കി ഏകദേശം വേണമെങ്കിൽ ഏതെങ്കിലും പറയുന്നു. ഇഹിയ ഇത്തിഹാഫില്ലാത്ത വെറും ഇഹിയ മാത്രമുള്ള കിതാബാണെങ്കിൽ 3-ാം ജുസു 36-ാമത്തെ പേജ് നോക്കിയാൽ ആ ദുആ കാണാം. വല്ലാത്തൊരു ദുആയാണ്. ഞാൻ ദുആയൊന്നും നമുക്ക് അറിയില്ലെങ്കിലും രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മളൊരു 5 മിനിറ്റ് ആ ശൈത്താന്റെ ഷർറിനെ തൊട്ട് കാവലിനെ ചോദിക്കണം. എന്റെ വീട്ടിൽ ആ പ്രശ്നങ്ങൾ ഉണ്ടാവരുത് എന്നൊക്കെ നമുക്ക് അറിയുന്ന ഭാഷയിൽ ആത്മാർത്ഥമായി ദുആ ചെയ്താൽ തന്നെ ഒരുപാട് ഷർറ് നമുക്ക് ഒഴിവാകും. കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ചിലപ്പോൾ നമ്മളൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നല്ല ദിവസങ്ങൾ അന്വേഷിക്കും. നല്ല ദിവസങ്ങളിൽ നല്ലതും ചീത്തൊക്കെയുണ്ട്. ദിവസങ്ങളിൽ നല്ലതും ചീറ്റുണ്ട്. ചില ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താകും, അത് മോശമാവും. ചില കാര്യങ്ങൾ ചില സമയത്ത്. പക്ഷെ നമ്മൾ രാവിലെ ഒരു ഹൈറായ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ആ വിഷയത്തെ നേരിടുമ്പോ നമ്മൾ ചെയ്ത ഹൈറ് കാരണം ആ ദിവസത്തെ ഷർറ് നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹ് ദൂരീകരിക്കും. അതുകൊണ്ടാണ് മഹാനായ
ഷാഫി ഇമാം പറഞ്ഞില്ലേ സുബഹി നിസ്കരിച്ചവർക്ക് അന്ന് നഹ്സില്ലാന്ന്. അപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. എല്ലാ മാസവും അവസാനത്തെ ബുധൻ നഹ്സാണെന്ന് റസൂലുള്ളാഹിന്റെ ഹദീസ് കാണാം. ഈ ബുധൻ നഹ്സാനോ അല്ലേ എന്നതിൽ ഒരു റിവായത്ത് റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണാം. ബുധനാഴ്ചയെ സംബന്ധിച്ച് ചോദിച്ചപ്പോ നഹ്സാനെന്ന് പറഞ്ഞു. മറ്റൊരു റിവായത്തിൽ അവസാനത്തെ ബുധൻ എല്ലാവരും പറയുന്നു. പക്ഷെ ഈ അവസാനത്തെ ബുധൻ മാത്രമേ നമുക്ക് ആ വിഷയം ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, മുമ്പ് നിങ്ങൾ നല്ല ശ്രദ്ധിക്കുക. പതച്ചോനെ ഇനി അവസാനത്തെ ബുധനാണല്ലോ, എന്താ ഇനിയിപ്പോ വേറൊരു ദിവസം ഇനിയിപ്പോ ഇതിന് സൗകര്യമില്ല. ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. വ്യാഴാഴ്ച ഇയാൾ ഗൾഫ് പോകാൻ, ഒരു പ്രവാസി, ഒരു ഗൾഫുകാരൻ വ്യാഴാഴ്ച അയാൾ ഗൾഫ് പോകാൻ. അപ്പൊ അദ്ദേഹം ഒരു വീട് പണിയെടുക്കുന്നുണ്ട്. നിങ്ങൾ PM ഒന്ന് ചുരുക്കി, നിങ്ങൾ PM ചുരുക്കി ഞങ്ങൾ ഒരു സാധാരണക്കാർ ശ്രദ്ധിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുറെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് PM അയക്കല്ലേ. കാരണം നമ്മുടെ റേഞ്ച് കുറവാണ്, കാലാവസ്ഥ വളരെ മോശം. കാലാവസ്ഥ മോശാണ് എന്ന് പറഞ്ഞാല് മഴ മോശാണ് എന്നല്ല, നല്ല മഴ കാരണം റേഞ്ച് കിട്ടുന്ന അവസ്ഥ മോശമാണ് എന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ പറയട്ടെ, വ്യാഴാഴ്ച ഇയാൾക്ക് ഗൾഫ് പോകണം. നല്ല ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഞാൻ പറഞ്ഞു. വ്യാഴാഴ്ച ഗൾഫ് പോകണം. അന്ന് മോദി പറഞ്ഞു പാതമൊക്കെ കീറിക്കഴിഞ്ഞു. അപ്പൊ നോക്കുമ്പോ അതിന് കല്ലിടുക, ഒരു പെര കയറ്റാൻ വേണ്ടി കല്ലിടുക. കഞ്ഞില് കല്ലിടല്ല, പാതകത്തിൽ കല്ലിടുക. ആ കല്ലിടാൻ വ്യാഴാഴ്ച മൂപ്പ സുബ്ഹാനല്ലാഹ് അന്നാണെങ്കിൽ അവസാനത്തെ ബുധനുമാണ്. ഒരു കല്ലിട്ട് ഒരു ദുആക്കും ചെയ്ത് അങ്ങനത്തെ ഗൾഫ് പോകുമ്പോ അതൊരു സന്തോഷമാണ്. അല്ലെങ്കിൽ കറ്റില് വപ്പാന് കൂട്ടിക്കോല്. അപ്പൊ നമ്മൾ സാധാരണ ഒരു നഴ്സൊക്കെ നോക്കും, കല്ലിടുന്ന ദിവസം, കുറ്റി അടിക്കുന്ന ദിവസം, കറ്റില് വെപ്പിനൊക്കെ അവസാനത്തെ ബുധനാണ്. അവസാനത്തെ ബുധൻ നഴ്സാണ്. നഞ്ഞിങ്ങാട് കല്ലിട്ടോല് നല്ലൊരു ദിവസം എന്തിനാ നിൽക്കുന്നത്? ഞാൻ പറയട്ടെ, മഹാനായ ഷാഫി ഇമാം പറഞ്ഞുണ്ട്, സുബഹി നിസ്കരിച്ചവന് നഴ്സില്ല. അവസാനത്തെ ബുധൻ ചിലപ്പോ നഴ്സായിരിക്കും. നമ്മൾ രാവിലെ എഴുന്നേറ്റു, സുബഹിയുടെ മുന്നേ എഴുന്നേറ്റു. സുബഹിയുടെ അല്പം മുന്നെയായി കുലി പതിവാക്കുന്ന വ്യക്തികളുടെ മേത്ത് സിഹറും ഏൽക്കൂല, ശൈത്താനും ഏൽക്കൂല എന്നാണ്. അങ്ങനെ ഒരു ചികിത്സ ഉണ്ടായിരുന്നു. എന്നിട്ട് അവൻ അങ്ങനെ കുളിച്ച് അവനെന്ത് ചെയ്തു? സുബഹി വാങ്ങു കൊടുത്തു. അൽഹംദുലില്ലാഹ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. നിങ്ങളൊന്ന് നോക്കി, 2 റക്അത്ത് സുന്നത്ത്. റക്അത്തുൽ ഫജ്രി ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. സുബഹിന്റെ മുന്നേയുള്ള 2 റക്അത്ത് ദുനിയാവിനേക്കാളും ദുനിയാവിലുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും ഖൈറാണെന്ന് കാണാം. അങ്ങനത്തെ 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ടോ സുബഹി നിസ്കരിച്ചു. അത് ജമാഅത്തായിട്ട് നിസ്കരിച്ചു. ആ സുബഹിന്റെ ജമാഅത്തിൽ അവൻ ഖുനൂത്തിൽ ദുആ ചെയ്തു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ അഅതൈത വഖിനാ റബ്ബനാ ശർറ മാ ഖളൈത. എല്ലാ ഷർറും ഒഴിവാക്ക്. എന്നിട്ടോ ആ സുബഹി നിസ്കാരം കഴിഞ്ഞു ഒരു മഹാന്മാരുടെ പേരിൽ ഒരു ഫാത്തി ഒരു ദുആയിരുന്നു. സംഗതി അവസാനത്തെ ബുധൻ നഹ്സാണ്. പക്ഷെ ഇങ്ങനൊക്കെ ഒരു ഹൈറ് ചെയ്ത ഒരു വ്യക്തിയാകുമ്പോ ഈ ഹൈറ് കാരണം അന്നത്തെ അവന്റെ ദിവസം ആ നഹ്സാന് നീങ്ങിപ്പോകും. ഓനെ സംബന്ധിച്ചൊരു കുഴപ്പം വരൂല. നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് നോക്കി എന്ത്? പക്ഷെ കാജാവായിലുള്ളോട്ട് പിന്നെ വേദന ഇല്ലാന്നാണ് ആ പരസ്യത്തിന്റെ ആകത്തുക എന്ന് പറഞ്ഞ മാതിരി സംഗതി ഇന്നത്തെ ദിവസം എന്താണ്? ഇന്നത്തെ ദിവസം നഹ്സാണ്. പക്ഷെ അവൻ രാവിലെ കുറെ നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. ആ നല്ല കാര്യം അത് പ്രത്യേകിച്ച് സുബഹി ഖളാ നിസ്കരിച്ചു. ഓനക്ക് ഇന്നത്തെ ഒരു ദിവസത്തെ ഷർറും പിന്നെ കേൾക്കൂല. ഓനക്ക് മാനിയായി ഓൻ കത്തിരിവെപ്പ് നടത്തിക്കോട്ടെ, ഓൻ കല്ലുകൾ കർമ്മം നടത്തിക്കോട്ടെ. പക്ഷേ സുബഹി ഖളാ ആക്കിയോന്ന് ചിലപ്പോ അവസാനത്തെ ബുധൻ ചെയ്യുമ്പോ ഹൈറുണ്ടാവൂല. അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തില് ഹൈറായ കാര്യങ്ങൾ ചെയ്യൽ കൊണ്ട് ഷർറ് തടുക്കാൻ പറ്റും. അതുകൊണ്ടാ ഷാഫി ഇമാം പറഞ്ഞത് സുബഹി നിസ്കരിക്കുന്നവന് ഒരു ദിവസവും നഹ്സില്ല, സുബഹി ഖളാ ആവാത്തവന് ഒരു ദിവസവും നഹ്സില്ല എന്ന് പറഞ്ഞാൽ ഷാഫി ഇമാം നഹ്സില്ല എന്നല്ല പറഞ്ഞത്. സുബഹി എന്ന ഹൈറായ കാര്യം ഖളാ ആവാതെ ചെയ്ത ഒരു പുണ്യമുള്ള അമൽ ചെയ്തവന് അന്നത്തെ ദിവസം ഒരു ഷർറ് ഏൽക്കൂല. ഓനിക്ക് ഷർറ് ഏൽക്കൂലാണ്, ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ ഷർറ് ഏറ്റുന്ന് വരും. അപ്പൊ ഹൈറായ കാര്യങ്ങളെ കൊണ്ട് ഷർറ് തടുക്കാൻ പറ്റും.
അതുപോലെ തന്നെ അസ്വദക്കത്ത് റദ്ദുൽ ബലായ, സ്വതക്ക ചെയ്താൽ ആഫത്ത് മുസീബത്തുകൾ തടുക്കും. അതുപോലെ തന്നെ ആത്മാർത്ഥമായ ദുആ ചെയ്താൽ അള്ളാഹു തീരുമാനങ്ങൾ മാറ്റിത്തരും. ലാ യറുദ്ദു ദുആ ലാ യറുദ്ദുൽ ഖലാഅ ഇല്ല ദുആഉ. അപ്പൊ നമ്മുടെ നല്ല നല്ല കാര്യങ്ങളെ കൊണ്ട് ഷർറ് തടുക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ ജീവിതത്തില് നല്ല കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നമ്മുടെ വീടുകളിൽ തോന്നുന്ന നേരത്ത് നിർബന്ധമായ കുലികുലിക്കുക, തോന്നുന്നവർ നിസ്കരിക്കുക, അല്ലാത്തവർ ഖലാ ആയിട്ടുറങ്ങുക, ടി വി പോലത്തെ മാരകമായ പൈശാചികമായ ഷർറുകൾ നമ്മുടെ വീട്ടിൽ വെക്കുക. എന്നിട്ടൊരു നല്ല അദ്ദാദോ അല്ലെങ്കിൽ മഹാന്മാരുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതി ദുആഇർക്കലോ, ഒരു അസ്മാഉൽ ബദർ ചൊല്ലലോ, അതല്ലെങ്കിൽ രാത്രി വാതിൽ കുറ്റിടുമ്പോ ഒരു ബിസ്മി ചൊല്ലലോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ശൈത്താന്മാർക്കുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റി നമ്മുടെ വീട്. അങ്ങനെ നമ്മൾ രോഗാസങ്ങളും വിഷമങ്ങളുമുള്ളവരായി. പിന്നെ അതിനൊക്കെ പരിഹാരം കിട്ടാൻ ഏതൊക്കെയോ ചികിത്സാ കേന്ദ്രങ്ങൾ കുറെ ചെലവഴിക്കുമ്പോഴും നമ്മുടെ ജീവിത രീതി അപ്പോഴും ഈ ഒരു വധക്കായ രൂപത്തില്. അങ്ങനെ സാധാരണക്കാര് ഭൗതികമായ ജീവിതത്തിലെ സന്തോഷം മതത്ത് മരിച്ചു കിട്ടിയാ മതി എന്നുള്ള ഒരു ചിന്തയിലേക്ക് സൂഉൽ ഖാത്തിമത്ത് വരുന്ന അവസ്ഥയിലേക്ക് വരെ ഇവന്റെ പ്രയാസങ്ങൾ ഇവനെ എത്തിക്കുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മളൊരു ജീവിത രീതി നന്നാക്കുമ്പോൾ ഒരുപാട് ബറക്കത്ത് നമ്മുടെ വീട്ടിൽ കിട്ടും. ഓർമ്മക്ക് വേണ്ടി ഞാൻ പറയട്ടെ, റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ് കാണാം. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ നമ്മുടെ പ്ലേറ്റിൽ നിന്ന് താഴേക്ക് വീണ വച്ച് അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ അവശിഷ്ടം ആരെങ്കിലും തിന്നാൽ അവനെ അള്ളാഹു ഐശ്വര്യത്തിലും ബറക്കത്തിലുമാക്കുമെന്ന് റസൂലുള്ളാഹിന്റെ ഹദീസ് കാണാം. നമ്മുടെ വീട്ടിൽ അങ്ങനെ ബറക്കത്ത് ലഭിക്കാൻ, ഐശ്വര്യമുണ്ടാവാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. പറയാനും കേൾക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞ് ഒന്ന് രണ്ടാൾക്കാർ ആ ദുആ ഒന്ന് പറയാൻ പറഞ്ഞു. അൽഹംദുലില്ലാ 150 ഐഡിയകളിൽ നിന്ന് ഒരു 3 സുഹൃത്തുക്കൾക്കെങ്കിലും അതൊന്ന് സുബൈന്റെ ശേഷം മഹാനായ മുഹമ്മദ് ബിൻ വാസിർ റളിയല്ലാഹു തആല അൻഹു ചൊല്ലിയ ആ ദുആ ചൊല്ലിയ കുഴപ്പമില്ലാന്ന് തോന്നിയല്ലോ. അത് എനിക്കും ഖൈറാണ്, ആ ശ്രോതാക്കൾക്കും ഖൈറാവും. ഏതായിരുന്നാലും അല്ലാഹുമ്മ ഇന്നക സല്ലത്ത, അത് എഴുതുമ്പോ ശ്രദ്ധിക്കണം. കാരണം അവിടെ സീന് ലാമ് പിന്നെ ത്വാ ആണ്. അത് അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ഉസ്താദന്മാരെ ഏൽപ്പിക്കാം. കാരണം എന്റെ അക്ഷരശുദ്ധി നിങ്ങൾക്ക് അറിയല്ലോ. നമ്മളെ ബാബുസ്താദ് ആരെങ്കിലും ഒന്ന് PM എഴുതാ, ഞാൻ ഉസ്താദ് കണ്ടിട്ടുണ്ടാവും, അത് ചൊല്ലിത്തരും. ചിലപ്പോ ഞാൻ പറയുമ്പോ സാധാരണക്കാർ എഴുതിയിരിക്കുമ്പോ ചിലപ്പോ അക്ഷരം തിരിയാതെ വന്നാൽ ദുആഇന്റെ അർത്ഥം മാറിപ്പോകും. അത് ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു പണി ചെയ്യാം. എന്റെ അറബി ടൈപ്പ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സുഹൃത്തുണ്ട്. അത് ഞാൻ ലാപ്ടോപ്പിൽ നാളെ ചെയ്യിപ്പിച്ച് ഇൻഷാ അല്ലാഹ് അത് ഞാൻ PM ആയി അയച്ചുതരാം. നമ്മുടെ അബു അനീസ പോലത്തെ ആർക്കെങ്കിലും PM ആയാൽ നിങ്ങൾക്ക് തിരിയാതെ വന്നാൽ എനിക്കത് വിഷയമാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്ത് തരാൽ. ഈ കണ്ട ദിവസമൊന്നും നമ്മൾ ചൊല്ലിയിട്ടില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് നാളെ മുതൽ അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ ചെല്ലാം എന്ന് ഉണർത്തി ഇൻഷാ അല്ലാഹ് ഞാൻ അറബി ടൈപ്പ് ചെയ്യാൻ പറ്റിയ വ്യക്തികളെ കൊണ്ട് ഇത് ടൈപ്പ് ചെയ്യിപ്പിച്ച് PM ആയി അയച്ചു കൊടുക്കും. നാളെ ആ വിവരം അറിയിക്കാം. സമയം വല്ലാതെ വൈകിയിട്ടുണ്ട്. നിങ്ങളൊക്കെയും സാധുവായ എന്റെ ഉമ്മ വളരെ അസ്വസ്ഥമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പോലും ഹോസ്പിറ്റലിലേക്കൊന്നും കൊണ്ടുപോവാൻ സാധിക്കാത്തതിന്റെ പേരിൽ ലാബിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് രക്തം എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഡോക്ടറെ കാണിച്ച് എന്താണ് പറയുക എന്നറിയില്ല. ഏതായിരുന്നാലും നമ്മുടെ മാതാപിതാക്കന്മാര് മരിച്ചുപോയവരുണ്ട്. അവർക്കൊക്കെ അല്ലാഹു തആല അർഹിക്കുന്ന പ്രതിഫലം നൽകി അവരുടെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കന്മാർ, ഉസ്താദന്മാർ, മുഹിബ്ബീങ്ങൾ, സഹായിക്കുന്നവർക്കൊക്കെയും അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തൊക്കെ നൽകി നമ്മുടെ ഇസ്ലാമിക ജീവിത രീതികൾ നന്നാക്കി നമ്മുടേതായ കുടുംബം, നമ്മുടെ വീട്, നമ്മുടെ ശരീരം പൈശാചികമായ ദുർബോധ മനസ്സുകളിൽ നിന്ന്, പൈശാചികമായ ഷർറുകളിൽ നിന്നൊക്കെ ദൂരീകരിക്കാൻ ഞാൻ വളരെ വ്യക്തമായി നമ്മുടെ ജീവിത രീതി നന്നാക്കലാണ്. അല്ലാതെ എവിടെങ്കിലൊക്കെ പോയി കുറെ കാശ് കൊടുത്ത് എന്തെങ്കിലൊക്കെ കുറെ ചെയ്ത് ൊന്നും ആയാലും ചില ശൈത്താൻ
ഹലോ